ഈ ദിവസങ്ങളിൽ ഞാനൊരു എക്സ്ട്രാ ഓർഡിനറി ആയ ദൈവത്തിന്റെ വ്യത്യസ്തമായ പ്രവർത്തികളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ദിവസം. ആമേൻ, ഹല്ലേലൂയ. വ്യത്യസ്തമായ പ്രവർത്തികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ നമുക്കൊന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയാത്ത ദൈവിക പദ്ധതികളെ, എന്ന് വെച്ചാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന ആശ്ചര്യപ്പെടുന്ന ദൈവിക പദ്ധതികളെ മനസ്സിലാക്കുകയും അറിയുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനൊരു പദമുണ്ട്: എന്റെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എന്റെ വഴി. തിരിച്ചെന്ന് പറഞ്ഞേ, എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എന്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ. ഈ വചനത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അതല്ല നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത്, അതല്ല. ഈ വചനത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. സാധാരണ ദൈവമക്കൾ വിശ്വാസികളായതുകൊണ്ട് അവർക്ക് വിശ്വാസത്തിന്റെ വലിപ്പം കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ദൈവത്തിന് അറിയാത്ത ചില റൂട്ട്, നമ്മുടെ GPS പോലും ഇല്ലാത്ത റൂട്ട് മാപ്പിൽ പോലും ഇല്ലാത്ത വഴികൾ നമ്മൾ ദൈവത്തിനായി വെട്ടിത്തുറന്നു വെക്കാറ്. എന്നിട്ട് പറയും, ഇതിലേ വരണം, ഈ വഴി ഓപ്പൺ ചെയ്യണം, ഈ റൂട്ട് ഓപ്പൺ ചെയ്യണം, ഈ വഴി ഓപ്പൺ ആകട്ടെ എന്നൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പലപ്പോഴും ആ റൂട്ടുകൾ ഓപ്പൺ ആകാത്തതിന്റെ കാരണം ദൈവത്തിനടുത്ത് നിങ്ങൾക്ക് നേരെ വാദിക്കാൻ വ്യക്തമായിട്ട് അവിടെ കിടപ്പുണ്ട്: എന്റെ വഴികളല്ല നിങ്ങളുടെ വഴി, അല്ലെങ്കിൽ നിങ്ങളുടെ വഴിയല്ല എന്റെ വഴി, നിങ്ങളുടെ വിചാരങ്ങളും അല്ല എന്റെ വഴി. പിന്നെന്താ കർത്താവേ നിന്റെ വഴികൾ? നീ സ്വപ്നം പോലും കാണാത്ത ഒരു പാത ഞാൻ നിനക്കായി വെട്ടാൻ തയ്യാറായി ഇരിക്കുമ്പോഴാണോ നീ തൂമ്പായും എടുത്ത് GPS ഇല്ലാത്ത, റൂട്ട് മാപ്പിൽ ഇല്ലാത്ത വഴി വെട്ടാൻ വേണ്ടി ഇറങ്ങിയേക്കുന്നത്? നിന്നെ ഞാൻ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നീ വിശ്വസ്തനായി തുടരുക. നിനക്കുള്ള റൂട്ട് ഞാൻ ഓപ്പൺ ചെയ്യും. ഇതൊരു പ്രവചന ശബ്ദമാണ്, ഇതൊരു പ്രൊഫസിയാണ്. എവിടെയൊക്കെയോ ഒതുങ്ങിപ്പോയ ചില വ്യക്തികളെ നോക്കി ആത്മാവ് പ്രവചിച്ചു പറയുന്ന ഒരു പ്രവചന ശബ്ദമാണ്. നീ ഒതുങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കാം ഇത്, നീ മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കാം ഇത്, നീ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കാം ഇത്. പക്ഷെ ആത്മാവ് നിന്റെ സ്വപ്നത്തിലോ വെളിപ്പാടിലോ പോലും വെളിപ്പെട്ട് വരാത്ത ചില റൂട്ടുകൾ നിനക്കായി ഓപ്പൺ ചെയ്യുന്ന ദിവസങ്ങളാണ് മുന്നോട്ട് കിടക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്വീകരിക്കാൻ തുടങ്ങി, വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്വീകരിക്കാൻ തുടങ്ങി. ഇന്ന് പകലിൽ ഈ ആദ്യ മിനിറ്റുകളിൽ വലിയ ദൈവപ്രവൃത്തി എന്റെ പദ്ധതിയിൽ, എന്റെ റൂട്ടിൽ, എന്റെ അറിവിന്റെ പരിമിതിയിലുള്ളതാണ്. കേരളത്തിൽ താമസിക്കുന്ന എന്റെ അറിവിന്റെ പരിമിതിയിലുള്ള ഏറ്റവും വലിയ ഹോസ്പിറ്റലിലാണ് എന്റെ രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി ഞാൻ ചികിത്സിക്കാൻ തയ്യാറാകുന്നത്. ഒരു വ്യക്തി പറയുന്ന വാക്കാണ്. എത്ര പണം മുടക്കിയാലും വേണ്ടുകയല്ല, ഈ ഡോക്ടറുടെ കീഴിൽ, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഈ ഡോക്ടറുടെ കീഴിൽ ഇന്ന ഹോസ്പിറ്റലിൽ ഞാൻ ചികിത്സയ്ക്ക് പോകും, അവിടെ പോയാൽ എനിക്ക് സൗഖ്യം കിട്ടും. അതെങ്ങനെ നിങ്ങൾക്കറിയാം? അതിന് മുന്നേ അവിടെ ചികിത്സിച്ച ഒരു വ്യക്തി പറഞ്ഞു, ഇന്ന ഹോസ്പിറ്റലിൽ പോയാൽ ഇന്ന ഡോക്ടറുടെ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സൗഖ്യമാവുന്നുള്ള കാര്യം ഉറപ്പാണ്. 1 മാസം മെഡിസിൻ കഴിച്ചു, 2 മാസം കഴിച്ചു, 6 മാസം കഴിച്ചിട്ടും ഭേദമില്ല. ലേശം ഭേദം വന്നു, പിന്നെ വീണ്ടും പോയത് മടങ്ങി വന്നു. അവർ പറയാണ്, ഇത്രയും പണം ഞാൻ മുടക്കിയിട്ടും, ഇത്രയും പ്രശസ്തനായ ഒരു ഡോക്ടറുടെ കീഴിൽ ഞാൻ സൗഖ്യമാകാൻ വേണ്ടി കീഴ്പ്പെട്ട് കൊടുത്തിട്ടും, ഇത്രയും മെഡിസിൻ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ ഉള്ളിലേക്ക് ഞാൻ അയച്ചിട്ടും എന്റെ ശരീരം സൗഖ്യം പ്രാപിച്ചില്ലല്ലോ, എന്റെ ശരീരം സൗഖ്യം പ്രാപിച്ചില്ലല്ലോ. അതെന്താ കർത്താവേ എന്ന് ചോദിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നുള്ളടാ, നിന്നോട് ഞാൻ പറഞ്ഞ ആ ഹോസ്പിറ്റലിൽ പോകാൻ, നിന്നോട് ഞാൻ പറഞ്ഞു ഇത്രയും മെഡിസിൻ എടുക്കാൻ. നീ ഏറ്റവും അവസാനം നീ കഴിച്ച മെഡിസിന് സൗഖ്യം വരാത്ത എന്താ കർത്താവേ എന്ന് ചോദിക്കുന്നതിന് തൊട്ടു മുന്നേ ഞാൻ ഈ വഴിക്ക് പൊയ്ക്കോട്ടെ എന്നൊരു വാക്ക് നീ എന്നോട് ചോദിച്ചു. നിന്റെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല എന്റെ വഴി, നിന്റെ തെരഞ്ഞെടുപ്പല്ല എന്റെ തെരഞ്ഞെടുപ്പ്, നിന്റെ പ്ലാനിങ് അല്ല എന്റെ പ്ലാനിങ്. എന്റെ ഹൃദയം ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിന്റെ വഴികൾ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവം ഇന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇത് തൊടാൻ വേണ്ടി വന്നതല്ല, പക്ഷെ ഒരു പ്രവചനാത്മാവിൽ ദൈവാത്മാവ് എന്നെ നിർത്തുന്നു. എവിടൊക്കെയോ അറ്റംപ്റ്റ് ചെയ്ത് പരാജയപ്പെട്ടു പോയ ചിലർ ഈ പ്ലാറ്റ്ഫോമിനകത്ത് നിന്ന് ജോയിൻ ആയിട്ടുണ്ട്, ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ജോയിൻ ആയിട്ടുണ്ട്. എന്തിലൊക്കെയോ അറ്റംപ്റ്റ് ചെയ്തിട്ട് പരാജയപ്പെട്ടു പോയ, ഭാഗികമായി മാത്രം വ്യത്യാസം കണ്ട ചില വ്യക്തികൾ ഒരുപക്ഷെ ഇതിനകത്ത് വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം, ഈ ലൈവിലായിരിക്കാം അവർ, ഈ ലൈവിന് ശേഷമായിരിക്കാം അവർ. അവരെ നോക്കി ദൈവാത്മാവ് പറയുന്നു, ആകാശവും ഭൂമിയും തമ്മിൽ വേർപെട്ടിരിക്കുന്നത് പോലെ
ഭൂമിയിൽ നിന്നുകൊണ്ട് നിനക്ക് ആകാശം എത്തിപ്പിടിക്കാൻ കഴിയാത്തതുപോലെ ദൈവഹൃദയത്തിനകത്തുള്ള ശ്രേഷ്ഠ പദ്ധതികളെ ആരാഞ്ഞറിയാൻ നിന്റെ ഭൂമിയുടെ തട്ടിൽ നിന്ന് നിന്റെ കാല് ആത്മാവിന്റെ റിലത്തിലേക്ക് ഇന്ന് രാത്രി നീ ഒന്ന് ഉയർത്താൻ തയ്യാറാകുമെങ്കിൽ, ആ ചുവടൊന്ന് മാറ്റിവെക്കാൻ നീ തയ്യാറാകുമെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്റെ നിരൂപണങ്ങളെക്കാളും നിന്റെ ഭാവനകളെക്കാളും ഉന്നതമായ ലെവലിലേക്ക് ആത്മാവ് നിന്നെ ഉയർത്തുമെന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് ഇന്ന് രാത്രിയിൽ ദൂത് കൈമാറുക. ഓ ജീസസ്, അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത്? അത് പറയാനാണ് ഇന്ന് ആത്മാവ് എന്നെ അയച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും സൂമിലുമായി ഈ മീറ്റിംഗ് വളരെ പ്രാർത്ഥനയോടെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഞാൻ എന്റെ ക്രിസ്തീയ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരുന്നു പ്രിയപ്പെട്ടവരെ. ഈ സോഷ്യൽ മീഡിയയിലായിരിക്കുന്നവർക്കും ഈ സൂമിലായിരിക്കുന്നവർക്കും ഞാൻ ഒരു ഉറപ്പ് തരുന്നു. ഇതൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അത്ര കൺഫർമേഷൻ കിട്ടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അത്ര ഉറപ്പോടെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഇന്നലെ ഇരുന്ന ആ കോൺഫിഡൻസിലല്ല ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ തന്നെ തിരിച്ചറിയുന്നു, ശുശ്രൂഷിക്കുന്ന എന്റെ ലൈഫിൽ പോലും അസാധാരണമായ ഡോറുകൾ വാക്കിന്റെ ശക്തിയാൽ ഓപ്പൺ ആകുന്ന ഒരു രാത്രിയാണ്. ദൈവാത്മാവ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ അയച്ചിരിക്കുന്നത് ഒറ്റ വെപ്പൺ, അതായത് നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒറ്റ വെപ്പൺ മാത്രമേ നമുക്ക് ദൈവം തന്നിട്ടുള്ളൂ ഈ ഭൂമിയിൽ. ഒരൊറ്റ വെപ്പൺ, അതിനെയാണ് നമുക്ക് വെപ്പൺ എന്ന് പറയാൻ കഴിയുന്നത്, ആയുധം എന്ന് പറയാൻ കഴിയുന്നത്. ഒരൊറ്റ വെപ്പൺ തന്നാണ്, കാണുന്ന മണ്ഡലത്തിൽ ഒരൊറ്റ വെപ്പൺ തന്നാണ് ഈ ഭൂമിയിലേക്ക് നമ്മളെ ദൈവം അയച്ചേക്കുന്നത്. ആ വെപ്പണാണ് നാവ്. ഈ വെപ്പൺ കൊണ്ട് നിങ്ങൾക്കൊരു വ്യക്തിയെ വളർത്തുകയും ചെയ്യാം, തളർത്തുകയും ചെയ്യാം. ഈ വെപ്പൺ കൊണ്ട് നിങ്ങൾക്കൊരു വ്യക്തിയെ മുറിവേൽപ്പിക്കുകയും ചെയ്യാം, നിങ്ങൾക്കൊരു വ്യക്തിയെ ആശ്വസിപ്പിക്കുകയും ചെയ്യാം. ഈ നാവ് കൊണ്ട് നിങ്ങൾക്ക് അന്യഭാഷ പറയുകയും ചെയ്യാം, അന്യായമായ ഭാഷകൾ നിങ്ങൾക്ക് ഉരുവിടുകയും ചെയ്യാം. വെപ്പണാണ്, ആയുധമാണ്. ആയുധം നമുക്ക് എന്തിനു ഉപയോഗിക്കാം? പോലീസുകാരൻ അദ്ദേഹത്തിന്റെ റിവോൾവർ നിയമം അനുസരിക്കുന്ന കാലം വരെ അയാൾക്ക് കള്ളനെ വെടിവെക്കാം. നിയമം അനുസരിക്കാത്ത ഒരു പോലീസുകാരന് ഇതൊരു നിരപരാധിയെ വെടിവെക്കാൻ ഉപയോഗിക്കാം. അയാൾക്ക് പന്നിയെയും വെടിവെക്കാം, അയാൾക്ക് കാട്ടുപോത്തിനെയും വെടിവെക്കാം, അയാൾക്ക് കാളയും വെടിവെക്കാം, എന്തിനു വേണം വെടിവെക്കാം. പക്ഷെ സർക്കാർ, ഗവൺമെന്റ് എന്തിനാണ് ഇത് അലോട്ട് ചെയ്തേക്കുന്നതെന്നുള്ള ബോധം ആ മനുഷ്യൻ ഉള്ളിടത്തോളം കാലം അവൻ ഇത് കള്ളനെ വെടിവെക്കാൻ ഉപയോഗിക്കുന്നു. എത്ര പേർക്ക് ഞാൻ പറയുന്ന ആശയം പിടികിട്ടി? ഇന്ന് രാത്രിയിൽ ആത്മാവ് നിന്റെ കയ്യിൽ ഒരു വെപ്പൺ തന്നിട്ടുണ്ട്, നാവ്. നിനക്കത് നെഗറ്റീവ് പറയാനും ഉപയോഗിക്കാം, നിന്റെ ആത്മമണ്ഡലം പണിയപ്പെടുന്ന രീതിയിൽ പ്രവചിക്കാനും നിനക്ക് ഉപയോഗിക്കാം. ഓ ജീസസ്, നിന്റെ ലൈഫിൽ ചിലത് പണിതുയരത്തക്ക തരത്തിൽ നിനക്കത് പണിയപ്പെടാൻ വേണ്ടിയും നിനക്ക് ഉപയോഗിക്കാം. ഓ, ഞാനൊരു കാലവും രക്ഷപ്പെടത്തില്ല, എന്റെ ജീവിതം എന്നും ഇങ്ങനെ, ഞാനെന്നും രോഗിയാ, ഞാനെന്നും തളർവാദ രോഗിയാ, ഞാനെന്നും ഇങ്ങനെ പരാജയപ്പെടുന്നവനാ, ഇങ്ങനെ നെഗറ്റീവ് പറയാനും ഉപയോഗിക്കാം. പക്ഷെ ഇന്ന് ആരെങ്കിലും ഇന്ന് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ, ഇന്ന് ആരെങ്കിലും ദൈവത്തിന് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവനോട് വ്യത്യസ്തമായ ഒരു ദൂത് കർത്താവിന് കൈമാറാനുണ്ട്. നമ്മുടെ ഇന്നത്തെ തീം ഇങ്ങനെയാണ്. യൂട്യൂബിൽ കാണുന്നവർക്ക് അറിയാൻ കഴിയും. നമ്മുടെ ഇന്നത്തെ ടൈറ്റിൽ, മെസ്സേജിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ആർ യു അവൈലബിൾ ഫോർ ഗോഡ്? നിങ്ങൾ ദൈവത്തിന് വേണ്ടി ലഭ്യമാണോ? നിങ്ങൾ ദൈവത്തിന് വേണ്ടി റെഡിയാണോ? നിങ്ങൾ ദൈവത്തിന് വേണ്ടി തയ്യാറാണോ? ഇതാണ് നമ്മുടെ ഇന്നത്തെ ടൈറ്റിൽ. ഇന്ന് ആരെങ്കിലും തയ്യാറാണെങ്കിൽ, ഇന്ന് രാത്രി ആരെങ്കിലും ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ആമേൻ കർത്താവേ എന്ന് പറയാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് ആരെങ്കിലും ദൈവത്തിനൊന്ന് കൈകൊടുക്കാൻ തയ്യാറാണെങ്കിൽ, അടിയൻ ഇതാ എന്ന് പറയാൻ തയ്യാറാണെങ്കിൽ, ഇന്നിപ്പോ ഒരു പാട്ട് പാടിയപ്പോൾ ഒരു പ്രവചന പാട്ട് പോലെ എനിക്ക് തോന്നിയത് അടിയൻ ഇതാ ദേവാ എന്ന് പറയുന്ന ഒരു പാട്ട്. ആമേൻ, സ്തോത്രം, ആമേൻ. അതൊരു പ്രൊഫറ്റിക്കൽ സോങ് ആയിരുന്നു എന്ന് ഞാൻ പറയും. അടിയൻ ഇതാ എന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആത്മാവ് അവന്റെ മേൽ ഒരു പുതിയ നിയോഗത്തെ പകരുകയാണ്. എനിക്കറിയാം, ഈ പ്ലാറ്റ്ഫോമിനകത്ത് കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, തലമുറകളുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ജീവിതത്തിൽ ഒരു നീക്കുപോക്ക്, ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഭർത്താവിന്റെ മാനസാന്തരത്തിന്, മക്കളുടെ മാനസാന്തരത്തിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ട്. ഇന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നവർ എന്ത് പ്രാർത്ഥിച്ചാലും അത് ദൈവം നൽകുന്നൊരു രാത്രി, അത് ദൈവം നൽകുന്നൊരു രാത്രി, അത് ദൈവം നൽകുന്നൊരു രാത്രി. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികളിൽ
വളരെ തിരക്കുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. അപ്പോസ്തല പ്രവൃത്തികളിൽ വളരെ തിരക്കുള്ള, പ്രത്യേകിച്ച് നമ്മുടെ മീറ്റിംഗിൽ കൂടുതലും സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് കൂടുതൽ സന്തോഷിക്കാൻ വകയുണ്ട്. ഇന്ന് സ്ത്രീകളെ കർത്താവ് തൊടുന്ന രാത്രി. പുരുഷന്മാരെ തൊടത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, പക്ഷെ ഇന്ന് സ്ത്രീകളെ കർത്താവ് തൊടുന്നൊരു രാത്രി. എസ്പെഷ്യലി ഇത് വ്യാഴാഴ്ചകളിൽ നമ്മൾ ഡെലിവറൻസ് മീറ്റിംഗ് ആയിട്ട് നടത്തുന്നതാണ്. സോ ഇന്നൊരു ഡെലിവറൻസ് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് പ്രാർത്ഥനയോടും കൂടി ഇരിക്കും. അപ്പോസ്തല പ്രവൃത്തികളിൽ ഞാൻ വളരെ തിരക്കുള്ള ഒരു സ്ത്രീയെ കണ്ടു. ഒരു കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ വളരെ പ്രാരബ്ധമുള്ള, വളരെ ചുമതലകൾ ഏറ്റെടുത്ത, അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീയായി അവൾക്ക് പോലും ജോലിക്ക് ഇറങ്ങേണ്ടി വന്ന, അതും ഒരു വ്യവസായത്തിന് വേണ്ടി ഇറങ്ങേണ്ടി വന്ന, കുടുംബ ഭാരം കൊണ്ട് അത് ചുമലിലേറ്റേണ്ടി വന്ന ഒരു സ്ത്രീ. ഭർത്താവിന്റെ വരുമാനം കൊണ്ട് മാത്രം കുടുംബം പോറ്റാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ സ്ത്രീ വേലയ്ക്കിറങ്ങി, അല്ലെങ്കിൽ ഭർത്താവിന് ജോലിക്ക് പോകാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ആ സ്ത്രീ വേലയ്ക്കിറങ്ങി. അതിനെക്കുറിച്ചൊന്നും വേദപുസ്തകമോ ചരിത്രമോ വ്യക്തമായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലാണ് ഈ സ്ത്രീയുടെ പേര് കൊടുത്തിരിക്കുന്നത്. തുയത്തൈര പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവളുമാകുന്ന ലുദിയ എന്ന സ്ത്രീ. നിങ്ങൾ കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു സന്ദേശമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുള്ള സന്ദേശമാണെങ്കിലും ഇതിനകത്ത് ദൈവം എന്നെ പിടിച്ചു നിർത്തിയ ഒരു ഭാഗം, ദൈവം എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം. അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഇത് ഇന്നത്തെ ഈ മെസ്സേജ് കേൾക്കുന്നത് യൂട്യൂബിൽ എന്നെ കാണുന്നവരെ നിങ്ങൾക്കൊരു നഷ്ടം, സൂമിൽ എന്നെ വീക്ഷിക്കുന്നവരെ എനിക്ക് നഷ്ടം. കൃത്യം 8 മണിക്ക് നമ്മൾ ആശീർവാദം പറയും, കർത്താവ് അനുവദിച്ചു. പക്ഷെ അത്രയും സമയം, ഞാൻ ആ വാക്ക് എടുത്തു പറയുന്നു, അത്രയും സമയം നിങ്ങൾ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറായ, അല്ലെങ്കിൽ അത്രയും സമയം ഞാൻ അവൈലബിൾ ആണ് കർത്താവേ എന്ന് നിങ്ങൾ പറയാൻ തയ്യാറായ നിങ്ങളെ ഇന്ന് പരിശുദ്ധാത്മാവ് തോന്നും. ഞാൻ ആ വാക്കൊന്നുകൂടെ പറയുന്നു, ആ 1 മണിക്കൂർ സമയം, ടൈം, ഞാൻ അവൈലബിൾ ആണ് എന്ന് നിങ്ങൾ ദൈവത്തെ ഒന്ന് ബോധ്യപ്പെടുത്തണം. എന്നെ ബോധ്യപ്പെടുത്തിയാ പോരെ. എന്നെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. വീഡിയോയും ഓഫ് ചെയ്ത് ഓഡിയോയും മ്യൂട്ട് ചെയ്ത് നിങ്ങൾ മ്യൂസിയം കാണാൻ പോയാൽ മതി. ഞാൻ പറ്റിക്കപ്പെടും. കാരണം നിങ്ങൾ ലൈനിൽ ഉണ്ട് താനും, എന്നാൽ നിങ്ങൾ വചനം കേൾക്കുന്നില്ലതാണ്. നിങ്ങൾ മ്യൂസിയത്തിൽ പോയി. നിങ്ങൾക്ക് എന്നെ പറ്റിക്കാം, പക്ഷെ തമ്പുരാനെ പറ്റിക്കാൻ കഴിയും. എസ്പെഷ്യലി നമ്മുടെ ഈ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വളരെ ബിസി മോഡ്, 24 hours ബിസി മോഡ് ഓൺ ചെയ്ത് വെച്ചേക്കുന്ന ദൈവമക്കളാണ് നമുക്കുള്ളത് കൂടുതൽ. ഐ ആം ഓൾസോ എ ബിസി പേഴ്സൺ. പക്ഷെ എന്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്റെ ടൈം ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. എസ്പെഷ്യലി വളരെ തിരക്കുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഏകദേശം ഇത്രത്തോളം ആൾക്കാർ കുറയാൻ കാരണം അവരെല്ലാം 24 hours ബിസി മോഡാണ്. എന്നാൽ ജീവിതത്തിൽ ഇത്രത്തോളം തിരക്ക് പിടിച്ചോടിയിട്ടും, തിരക്ക് പിടിച്ച് ഇടപെട്ടിട്ടും, ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ സമയങ്ങളും ആരാധനയുടെ സമയങ്ങളും പ്രാർത്ഥനയുടെ സമയങ്ങൾ പോലും കട്ടെടുത്ത് അതും കൂടെ ലൈഫിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടും നിങ്ങൾ എന്ത് ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നേടി എന്ന് ചോദിച്ചാൽ മുഷിഞ്ഞ കുറെ വസ്ത്രങ്ങളും നിരാശ പേറുന്ന ഹൃദയവും സ്വസ്ഥതയില്ലാത്ത ചിന്താമണ്ഡലങ്ങളും അല്ലാതെ നിങ്ങൾക്ക് മറ്റൊന്നും നേടിയെന്ന് പറയാൻ കഴിയും. ഞാൻ ഉറപ്പിച്ച് അടിവരയിട്ട് പറയാം, ഈ മെസ്സേജ് ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യാത്തവർ കേട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അവർ പല റീസൺസ് ആണ് അവർക്ക് പറയാൻ, ഒരു ചോദ്യം ഉയരുമ്പോൾ അവർക്ക് പറയാനുള്ളത്, ഞാൻ ഇന്ന കാര്യത്തിൽ തിരക്കായിരുന്നു, ഞാൻ ഇന്ന കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരുന്നു, ഞാൻ ഇന്ന സ്ഥലത്തായിരുന്നു. എന്തൊക്കെ നോക്കിയാലും അവർ അവൈലബിൾ അല്ലായിരുന്നു എന്നുള്ളതാണ് അതിന്റെ രത്നച്ചുരുക്കം. അവൈലബിൾ അല്ല. എന്നാൽ ഒരു കുടുംബത്തിന്റെ സമസ്ത ഭാരങ്ങളും കുട്ടയ്ക്കകത്താക്കി
ഒരു കുടുംബത്തിന്റെ സമസ്ത ഭാരങ്ങളും കുട്ടയ്ക്കകത്താക്കി ഹൃദയവും തലയും ഒരുപോലെ ഭാരം പേറുന്ന ഒരു സ്ത്രീയെ ഞാൻ തുയത്തൈരെ പട്ടണത്തിൽ കണ്ടു. ഒരു ലിഡിയക്കാരിയെ ഞാൻ കണ്ടു. അവളുടെ പേര് ലുദിയ എന്നായിരുന്നു. ഹല്ലേലൂയ. അവളുടെ പേര് ലുദിയ എന്നായിരുന്നു. വേദപുസ്തകം പറയുന്നു അവളുടെ ജീവിതത്തിന്റെ അകത്ത് സന്തോഷം ഇല്ലായിരുന്നു. തെളിയിച്ചത് അവളുടെ ജീവിതത്തിന്റെ അകത്ത് സന്തോഷമില്ലായിരുന്നു. അവൾ വേണം ബിസിയാകുന്നെങ്കിൽ 24 hours ബിസിയാകാം. അവൾക്ക് എന്തുകൊണ്ട് ബിസി ആയിക്കൂടാ? അവൾക്ക് പറയാൻ ഏറെ കാരണങ്ങൾ അവളുടെ ജീവിതത്തിലുണ്ട്. 14ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, തുയത്തൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ എന്ന് പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ. ഈ വേദപുസ്തകം ഒരു വ്യക്തിയെ ദൈവഭക്തൻ എന്ന് പറയണമെങ്കിൽ അവൻ ഏതെങ്കിലും ഒരു സഭയിൽ മരിച്ചാൽ അടക്കപ്പെടാൻ വേണ്ടി ഒരു രജിസ്റ്ററിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് അവനെ ദൈവഭക്തൻ എന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തത്തില്ല. കാരണം മരിച്ച അടക്കണമല്ലോ, അതുകൊണ്ട് അവനൊരു സഭയിൽ മെമ്പർഷിപ്പ് വേണം. പിന്നെ അവൻ ദൈവഭക്തനാകണമെങ്കിൽ മീശയും താടിയും വഴിച്ചു എന്ന് പറഞ്ഞ അവനെ ദൈവഭക്തൻ എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തത്തില്ല. അവൻ സഭയ്ക്ക് ദശാംശം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വേദപുസ്തകത്തിൽ ദൈവഭക്തൻ എന്ന് രേഖപ്പെടുത്തത്തില്ല. വല്ലപ്പോഴും ഞാൻ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ മീറ്റിംഗിൽ എൻ്റർ ആയിട്ട് പെട്ടെന്ന് എക്സിറ്റ് ആയി പോകുന്നവനെ ദൈവഭക്തൻ എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തത്തില്ല. ഞാൻ ഇവിടെ ഉണ്ടെന്നറിയിക്കാൻ വേണ്ടി വീഡിയോയും ഓഡിയോയും മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് 1.5 കിലോമീറ്റർ അപ്പുറം പോയിരിക്കുന്നവനെ വേദപുസ്തകം ദൈവഭക്തൻ എന്ന് രേഖപ്പെടുത്തത്തില്ല. ആണ്ടിലും ആവണിക്കയിലും ദൈവത്തിന് ഞാനിവിടെ ഉണ്ട്, ഇവിടുന്ന് ഞാൻ എക്സ്പയർ ആയി പോയിട്ടില്ലെന്ന് കാണിക്കാൻ വേണ്ടി വരുന്നവനെ ദൈവഭക്തൻ എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തത്തില്ല. അന്യഭാഷ പറയുന്നവനെ ദൈവഭക്തൻ എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തത്തില്ല. ശുശ്രൂഷ ചെയ്യുന്നവനെ ദൈവഭക്തൻ എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തത്തില്ല. ഒരു ദിവസം പോലും മുടങ്ങാതെ പ്രസംഗിക്കുന്നവനെ ദൈവഭക്തൻ എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തത്തില്ല. പിന്നെ എങ്ങനെയാ വേദപുസ്തകം ദൈവഭക്തൻ എന്ന് ഒരു വ്യക്തിയെ രേഖപ്പെടുത്തുന്നത്? അവന്റെ ജീവിതത്തിന്റെ സമസ്ത ബിസി ഷെഡ്യൂളുകൾക്കകത്തും ദൈവത്തിനു വേണ്ടി ഒരു ദശാംശം മാറ്റി വെക്കുന്ന, എക്സിറ്റ് ആയി പോകരുത്, ദശാംശം എന്ന് കേൾക്കുമ്പോൾ എക്സിറ്റ് ആയി പോകരുത്, മുഴുവൻ പറഞ്ഞു. ദശാംശം എന്ന് കേട്ടാൽ ചിലർ അപ്പ് എക്സിറ്റ്, മുഴുവൻ പറഞ്ഞോട്ടെ. ജീവിതത്തിൽ അവന്റെ ബിസി ഷെഡ്യൂളിന്റെ സമയത്തിന്റെ അകത്തും ഒരു ദശാംശം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന അവനെ ദൈവം ദൈവഭക്തൻ എന്ന് പറയും. അതായത് അവന്റെ 24 മണിക്കൂറിൽ 2 മണിക്കൂർ 40 മിനിറ്റ് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നവനെ ദൈവഭക്തൻ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നു. ഒരു ദശാംശം, അവന്റെ സമയത്തിന്റെ അകത്തുനിന്ന് ഒരു ദശാംശം ദൈവത്തിന് കൊടുക്കുന്നവനെ, ആ സമയത്തിനകത്തുനിന്ന് നിങ്ങൾക്ക് ആ ദശാംശത്തിനകത്ത് മോഷ്ടിക്കാം. കേട്ടോ, ആ ദശാംശത്തിനകത്ത് നിങ്ങൾക്ക് മോഷ്ടിക്കാം. അങ്ങനെ മോഷ്ടിക്കുന്നവരുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ അതാ പറഞ്ഞത്, ഞാൻ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാൻ ഫോൺ ഒരിടത്തും ആളൊരിടത്തും. അങ്ങനെ ഉള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ ചെവി കേൾക്കാൻ എനിക്കത് പറയാൻ കഴിയും. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, സഭയ്ക്കകത്ത് വന്ന് ഇരുന്നിട്ട് ആളവിടെയും മനസ്സ് മറ്റൊരിടത്തും. അതും ദശാംശം മോഷ്ടിക്കുന്നതിന് സമം. കാരണം ആളുടെ ഹൃദയവും ചിന്തയും മറ്റൊരിടത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. പിന്നെ ആ ബോഡി മാത്രമേ അവിടെ ഉള്ളൂ, അതിനകത്ത് ആത്മാവില്ല, ബോഡി മാത്രമേ അവിടെ ഉള്ളൂ. അങ്ങനെ ഉള്ളവരെ ഓർത്ത് ദൈവത്തിന് സ്തുതിക്കുന്നു. അവരെ ദൈവം തിരഞ്ഞെടുക്കും. എന്നാ ഞാൻ നിങ്ങളോട് വളരെ സീരിയസ് ആയി പറയുന്നു. ഇപ്പൊ പറഞ്ഞതൊരു കോമഡിയാണ് എങ്കിലും അതിനകത്തൊരു നർമ്മമുണ്ട്, അതിനകത്തൊരു കാര്യമുണ്ട്. അത് വേണ്ടവർ പിടിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇത് ആര് പറയും? നോക്ക്. പക്ഷെ വേദപുസ്തകം ലുദിയയെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തികൾക്കകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, അവൾ ഒരു വിൽപ്പന വേലയ്ക്ക് അവൾ ഒരു വ്യവസായിയും അതേസമയം അവൾ ഒരു ഭക്തയുമായി. എന്നെ അത് വല്ലാതെ ചിന്തിപ്പിച്ചു. സാധാരണ ഒരു വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാകണം ഏറ്റവും കൂടുതൽ തിരക്ക് പിടിക്കുന്ന വ്യക്തി. നിങ്ങളിൽ പലരും പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണ്. നിങ്ങളൊരു ജോലിക്കാരി ആയതുകൊണ്ടും ജോലിക്കാരനായതും കൊണ്ടും തന്നെ നിങ്ങൾ ജോലി ചെയ്താലും നിങ്ങൾക്ക് കൂലി കിട്ടും. ഒരു ദിവസം നിങ്ങൾ പോയി ജോലി ചെയ്യാതെ ഞാൻ അവിടെ ഉണ്ടെന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസത്തെ പേയ്മെന്റ് കിട്ടും.
നീ ഇന്ന് ഇത്രയും ജോലി ചെയ്തില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് ഇത്രയും മണിക്കൂറത്തെ ശമ്പളം ഞാൻ കട്ട് ചെയ്യുന്നു. ഞാൻ പറയുന്നത് ഈ പീസ് വർക്കും പീസ് റേറ്റിനൊന്നും ജോലി ചെയ്യുന്നവരുടെ കാര്യമല്ല, ഞാനൊരു മാസ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഞാൻ വന്നു, എന്റെ അറ്റൻഡൻസ് അവിടെ രജിസ്ട്രി വന്നു കഴിഞ്ഞാലും അന്നത്തെ ദിവസം ഞാൻ അവിടെ കിടന്നുറങ്ങിയാൽ ആരും കണ്ടില്ലെങ്കിൽ എനിക്ക് പേയ്മെന്റ്. എന്നാൽ ഒരു വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ആ മനുഷ്യന്റെ ഉൽപ്പന്നം വിറ്റു പോയാൽ മാത്രമേ ആ മനുഷ്യന് വരുമാനമുള്ളൂ. ആ മനുഷ്യന്റെ പ്രോഡക്റ്റ് സെല്ല് ചെയ്താൽ മാത്രമേ ആ മനുഷ്യന് വരുമാനമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു തൊഴിലാളി ജോലി ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി സമയം ഒരു മുതലാളി ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹം തലച്ചോറ് ഉപയോഗിച്ച് ജോലി ചെയ്യുന്നുണ്ട്, ബന്ധങ്ങൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നുണ്ട്, ഫിസിക്കലി അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ പല മേഖലകളിൽ ഒരേ സമയം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു ബിസിനസ്സുകാരൻ, ഒരു വ്യവസായി. ഇവിടെ ലുദിയ എന്ന് പറയുന്നത് ഒരു വ്യവസായിയാണ്, ഒരു ബിസിനസ്സുകാരിയാണ്. അവളുടെ സ്വന്തം ഉൽപ്പന്നം അവൾ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് വരുമാനം കൊണ്ടുവന്ന് ഉപജീവനം കഴിക്കുന്ന ഒരു സ്ത്രീയാണ്. അവൾ തലച്ചോറ് ഉപയോഗിച്ച് ഒരേ സമയം ജോലി ചെയ്യണം, അവളുടെ മനസ്സ് ആ ജോലിക്ക് വേണ്ടി പാകപ്പെടുത്തണം. ശരീരം എത്ര വയ്യെങ്കിലും അവളുടെ പ്രാരാബ്ധത്തെ പ്രതി അവൾക്ക് നിർബന്ധമായും അവൾക്ക് വേലയ്ക്ക് ഇറങ്ങിപ്പോകണം. അവളുടെ സമയം അവൾ വളരെ കർക്കശമായി അവൾ ഉപയോഗിക്കണം, വളരെ ഇഫക്റ്റീവായി അവൾ ടൈം യൂട്ടിലൈസ് ചെയ്യണം, എല്ലാം ചെയ്യണം. പക്ഷേ വേദപുസ്തകം പറയുന്നു അവൾ ദൈവഭക്തി. വേദപുസ്തകം ദൈവഭക്ത എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇത്രയും എന്തായാലും അത് പുള്ളിക്കാരി ബുള്ളറ്റ് എടുത്തല്ല പോകുന്നത്, കാർ ഓടിച്ചു അല്ല പോകുന്നത്, അവൾ നടന്നാണ് വ്യാപാരം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ശരീരക്ഷീണം ഉണ്ടാവൂലേ? നടന്ന് വെയില് കൊണ്ട് പോകുന്ന ഒരു സ്ത്രീ ശരീരക്ഷീണം ഉണ്ടാവൂലേ? അപ്പോ അവൾ തീർച്ചയായിട്ടും വീട്ടിൽ വന്ന് കിടന്ന് പ്രാർത്ഥനാ സമയത്തിന്റെ അരമണിക്കൂറൂടെ കട്ടെടുത്ത് ഉറങ്ങാൻ അവൾക്ക് നിയമപരമായി അവർക്ക് ഒരു അവകാശം ഇല്ലേ? നിയമപരമായ അവകാശമുണ്ട്. കാരണം എന്റെ ബോഡി ടയേർഡാണ്, അതുകൊണ്ട് ഞാൻ അരമണിക്കൂർ ഉറങ്ങുന്നു, അരമണിക്കൂർ കുറച്ചേ പ്രാർത്ഥിക്കുന്നു. പക്ഷേ വേദപുസ്തകം പറയുന്നു ഇത്രയും യാത്രയുടെ നടുവിലും അവൾ ദൈവഭക്തയാണ്. അപ്പൊ എക്സ്ക്യൂസ് പറയാത്ത ഒരു സ്ത്രീ, ദൈവകാര്യങ്ങളിൽ മുടക്കം വരുത്താത്ത ഒരു സ്ത്രീയാണ് ലുദിയ എന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചത്. രക്താംബരം എന്ന് പറയുമ്പോൾ പട്ടുവസ്ത്രം വിൽക്കുന്ന ഒരു സ്ത്രീ പതിവ് പോലെ സഞ്ചരിച്ചു വന്നിരുന്ന ആ യാത്രാ വീഥികളിൽ, ഇന്നലെ മുഴുവൻ അവൾ പ്രാർത്ഥിച്ച് നടന്നു പോയിക്കൊണ്ടിരുന്ന വഴികളിൽ അവൾ ഇന്നലെ പോയപ്പോൾ അറിഞ്ഞില്ല, ഇന്നലെ പ്രാർത്ഥിച്ചു പോയപ്പോൾ അറിഞ്ഞില്ല, ഇന്ന് ഇതേ പട്ടണത്തിൽ ഇതേ തെരുവിൽ എനിക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന ഒരു ദൈവം വെളിപ്പെട്ടു വരും. ഇന്നലെ കരഞ്ഞുകൊണ്ടുപോയ തെരുവീതികളിലൂടെ ഇന്നലെ കണ്ണുനീർ ഒഴുക്കി ആ കണ്ണുനീർ നിലത്ത് വീണ മണ്ണിലൂടെ അവൾ ചവിട്ടിപ്പോയപ്പോൾ അവൾ അറിഞ്ഞില്ല, നാളെ എന്ന ദിവസം എന്റെ വാതിൽ തുറക്കുന്ന ദിവസം. ഓ ജീസസ്. ഇന്നലെ അവൾ പോയിരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ ഗോപുരത്തിനകത്തിരുന്ന് കരഞ്ഞപ്പോൾ അവൾ അറിഞ്ഞില്ല, ഇന്നത്തെ തീയതി അല്ലെങ്കിൽ നാളത്തെ തീയതി എന്റെ വിടുതലിന്റെ ദിവസം ദൈവം അറ്റസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ദിവസമാണ്. ഓ, എനിക്കറിയത്തില്ല എത്ര പേർ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഈ ലുദിയയ്ക്ക് അത് സംഭവിക്കാൻ കാരണം വേദപുസ്തകം പറയുന്നു ദൈവഭക്തയാണ്. ദൈവഭക്ത എന്ന് പറയുമ്പം ചില വചനങ്ങൾ കൊള്ളാമെന്നും ചില വചനങ്ങൾ കൊള്ളത്തില്ലെന്നും പറയുന്നവളല്ല. ചില പ്രസംഗങ്ങൾ കൊള്ളാമെന്നും ചില പ്രസംഗങ്ങൾ കൊള്ളത്തില്ലെന്നും പറയുന്നവളല്ല. ദൈവഭക്ത എന്നൊരു വ്യക്തിയെ ദൈവം രേഖപ്പെടുത്തണമെങ്കിൽ അവൾ ദൈവവചനത്തിന് വിലയിടാത്തവളായിരിക്കും. ദൈവവചനം പ്രസംഗിക്കുന്നവന് വ്യത്യാസമുണ്ട്, പക്ഷെ ദൈവവചനത്തിന് വ്യത്യാസം. അതാരെടുത്ത് പ്രസംഗിച്ചാലും ഒരുത്തന്റെ പ്രസംഗം കൊള്ളാമെന്നും ഒരുത്തന്റെ പ്രസംഗം കൊള്ളത്തില്ലെന്നും വിലയിടാത്തവളാകണം ഒരു ദൈവഭക്ത. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രസംഗിക്കുന്നവന്റെ പ്രസംഗത്തിൽ കൂടി മാത്രമല്ല, അവൻ എടുക്കുന്ന കുറിവാക്യത്തിനകത്തുകൂടെയും ദൈവം ഡോറുകളെ തുറക്കും. അവൻ എടുക്കുന്ന കുറിവാക്യത്തിനകത്തുകൂടെയും ദൈവം ഡോറുകളെ തുറക്കും. ഇതങ്ങനെ തുറക്കുന്നൊരു ദിവസം, അങ്ങനെ തുറക്കുന്നൊരു ദിവസം. അവൾ പതിവ് പോലെ അവളുടെ വേലയ്ക്ക് ഇറങ്ങി. പക്ഷെ ഒരു കാര്യം, തലേ ദിവസം അവൾക്ക് വേണ്ടി ഒരു ഡോറ് തുറക്കാൻ ദൈവം ഒരു അഭിഷിക്തനെ ചില മീറ്റിംഗ്സ് ബ്രേക്ക് ചെയ്ത്, ചില മീറ്റിംഗ്സ് ക്യാൻസൽ ചെയ്ത്
ആമേൻ, പ്രൈസ് ദി ലോർഡ്, ത്രോവാസിൽ കൊണ്ട് തമ്പടിപ്പിച്ച്. എന്റെ കൂടെ നിങ്ങൾ വന്നാലേ മനസ്സിലാകത്തു. ദർബയിലും ലുസ്ത്രയിലും ഒക്കെ യാത്ര ചെയ്ത പൗലോസും തന്റെ സഹകാരികളും എല്ലാം കൂടെ ഇക്കോന്യയിലും മറ്റുമൊക്കെ യാത്ര ചെയ്ത് ഒത്തിരി കറങ്ങി തിരിഞ്ഞ് ആസ്യയിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോ പരിശുദ്ധാത്മാ പറഞ്ഞ ആസ്യയിൽ പോണ്ട, അവിടുന്ന് മുസ്യ വഴി കടക്കാമെന്നൊക്കെ കഴിഞ്ഞപ്പം യേശുവിന്റെ ആത്മാവ് പിന്നെയും അനുവദിക്കുന്നില്ല. അതിന്റെ 6-ാമത്തെ വാക്യമൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോസ്തല പ്രവൃത്തിയിൽ 16:6 വായിച്ച് മനസ്സിലാവും. മുസ്യ വഴി ആസ്യയിൽ കടക്കാം, അല്ലെങ്കിൽ മുസ്യയിലേക്ക് തിരിയാം എന്നൊക്കെ പ്ലാൻ ചെയ്തപ്പം യേശുവിന്റെ ആത്മാവ് സമ്മതിക്കുന്നു. ഞാൻ ഇതിനകത്തുകൂടെ ഈ മിനിറ്റുകളിൽ ഒരു ആത്മീയ മർമ്മം ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് കൈമാറുകയാണ്. ചില ദേശങ്ങൾ കടന്ന്, ചില ദേശങ്ങൾ സ്കിപ്പ് ചെയ്ത് നിന്റെ അടുത്തേക്ക് ദൈവത്തിന്റെ വിടുതൽ വരാൻ സമയമധികം വേണം. ആസ്യയും കൂടെ തൊട്ടിട്ട് നീ ലുസ്ത്രയിൽ എത്തണമെന്നുള്ളതല്ല ദൈവത്തിന്റെ പദ്ധതി. ആസ്യ സ്കിപ്പ് ചെയ്ത് നീ ലുസ്ത്രയിൽ എത്തണമെന്നുള്ളതാ ദൈവത്തിന്റെ പദ്ധതി. ഓ ജീസസ്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഇരിക്കുന്നവർക്ക് വിടുതലില്ലെങ്കിലും തിരുവനന്തപുരം കടന്ന് ചിലപ്പോൾ ആലപ്പുഴയിൽ ഒരു വ്യക്തിക്ക് വിടുതൽ നടന്നിരിക്കും. ചിലപ്പോൾ ആലപ്പുഴ തൊടാതെ കോട്ടയത്തൊരു വ്യക്തിക്ക് വിടുതൽ നടന്നിരിക്കും. ചിലപ്പോൾ കൊല്ലത്ത് വിടുതൽ നടന്നിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇച്ഛിക്കുന്നവനെ, ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുന്നവനെ ഇന്ന് പകൽ ദൈവം തൊടട്ടെ. വേദപുസ്തകം പറയുന്നു അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കയാണ്. അപ്പൊ അതിന്റെ അർത്ഥം അവിടെ ചിലരുണ്ട് പ്രതികൂലികൾ. അവിടെ ചില പ്രതികൂലികൾ തനിക്ക് വിരോധമായി എഴുന്നേൽക്കുമെന്നും ദൈവവചനം സ്വീകരിക്കാത്ത ചിലത് മാർക്കിടാൻ അവിടെ ഉണ്ടെന്നും ഒക്കെ പരിശുദ്ധാത്മാവ് കണ്ടിരിക്കണം. അങ്ങനെയുള്ളവരെ ദൈവം എടുത്തു ദൂരെ കളഞ്ഞതിനായി സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അതായത് ദൈവാത്മാവ് പറഞ്ഞു അങ്ങോട്ട് പോകുകയേ വേണ്ട. അങ്ങനെയൊക്കെ മാർക്കിടാൻ ഇരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് 41 ഡേയ്സ് മാർക്കിടുന്ന മനസ്സും വെച്ച് ഫാസ്റ്റിംഗ് എടുത്താലും ദൈവാത്മാവ് വിസിറ്റ് ചെയ്യുന്നു. ദൈവാത്മാവ് വിസിറ്റ് ചെയ്യുന്നു. അത് സൂക്ഷ്മമാണ്. ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്നാ പറഞ്ഞത്. വചനം പ്രസംഗിക്കുന്ന പോയിട്ട് ആ യാത്ര തന്നെ ദൈവം മുടക്കിക്കളും. അവരെന്ത് ചെയ്തു? അവിടുന്ന് ഗലാത്യ ദേശത്തിലൂടെ സഞ്ചരിച്ചു മുസ്യയിലെത്തി ബിഥുന്യയ്ക്ക് പോകാൻ ശ്രമിച്ചു. അവിടെ യേശുവിന്റെ ആത്മാവ് അനുവദിച്ചില്ല. കാരണം ഒരുക്കമുള്ള ഒരു ദൈവഭക്തയായ സ്ത്രീ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പട്ടണം. ദൈവവചനം സ്വീകരിക്കാൻ ഒരു പട്ടണം ഒരുങ്ങി നിൽക്കുന്നെങ്കിൽ, ദൈവവചനം സ്വീകരിക്കാൻ ഒരു ഭവനം ഒരുങ്ങി നിൽക്കുന്നെങ്കിൽ, ദൈവവചനം സ്വീകരിക്കാൻ ഒരു വ്യക്തി ഒരുങ്ങി നിൽക്കുന്നെങ്കിൽ മറ്റു പലരെയും മറികടന്ന് നിന്റെ മേൽ ആ ദൈവിക വിടുതലും നിയോഗവും വന്നു വീഴും. ഓ ജീസസ്. നിന്റെ വീട്ടിൽ 5 പേരുണ്ടെന്നിരിക്കട്ടെ, 2 പേർ സാധാരണ വിശ്വാസികൾ, 2 പേർ അവിശ്വാസികൾ, നീ ഒരു വ്യക്തി മാത്രം അസാധാരണമായ വിശ്വാസക്കാരനുമായ വീടിനകത്ത് തുടരുന്നെങ്കിൽ ബാക്കി 4 പേരെ മറികടന്ന് നിയോഗത്തിന്റെ പുതപ്പ് നിന്റെ മേൽ വീഴും. എത്ര പേർ വിശ്വസിക്കുന്നു? ഓ ജീസസ്. അങ്ങനെ നിയോഗത്തിന്റെ പുതപ്പ് സ്വീകരിക്കാനുള്ള ഏലീശാമാർ ഇതിനകത്തുണ്ടെങ്കിൽ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങുക. ആ നിയോഗത്തിന്റെ പുതപ്പ് സ്വീകരിക്കാനുള്ള ഏലീശാമാർ ഇതിനകത്തുണ്ടെങ്കിൽ എനിക്ക് ഏലിയാവിന്റെ ശുശ്രൂഷ പോരാ, എനിക്ക് ഏലിയാവിന്റെ അത്ഭുതം ചെയ്താൽ പോരാ, എനിക്ക് ഏലിയാവിന്റെ റൂട്ടിൽ സഞ്ചരിച്ചാൽ പോരാ. പക്ഷേ നിയോഗത്തിന്റെ പുതപ്പ് എന്റെ മേൽ വീഴണമെന്ന് എനിക്ക് കൊതി തന്നത് ഏലിയാവാണ്. നിയോഗത്തിന്റെ ശുശ്രൂഷ ചെയ്യണമെന്ന് എനിക്ക് കൊതി തന്നത് ഏലിയാവിന്റെ മിനിസ്ട്രിയാണ്. കർത്താവിന് വേണ്ടി അതിയായി പ്രയോജനപ്പെടാൻ ഇങ്ങനെയും സാധിക്കുമെന്ന് എന്നെ ബോധ്യം വരുത്തിയത് ഏലിയാവിന്റെ ജീവിത ശൈലികളാണ്. എന്നും പറഞ്ഞ് എനിക്ക് ഏലിയാവിന്റെ ശുശ്രൂഷ വേണ്ട, ഏലിയാവിന്റെ റൂട്ട് വേണ്ട, ഏലിയാവിന്റെ ക്യാരക്ടർ വേണ്ട. പിന്നെന്താണ് നിനക്ക് വേണ്ട? എലീശായെ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കാ എനിക്ക് വേണ്ട. ഹല്ലേലൂയ. എനിക്ക് സാധാരണ വിശ്വാസിയായി തുടരണ്ട, സാധാരണ അത്ഭുതങ്ങൾ ചെയ്യണ്ട, എനിക്ക് അസാധാരണമായ ശുശ്രൂഷ ചെയ്യാനുള്ള ഡബിൾ പോർഷൻ ആണ് എനിക്ക് വേണം. ഓ മൈ ജീസസ്. നീ ഈ നിയോഗം ദൈവത്തിന്റെ അടുത്ത് ചോദിക്കുമ്പോ, എനിക്ക് ലോക രാജ്യങ്ങളിൽ എനിക്ക് സഞ്ചരിക്കണം,
എനിക്ക് അസാധാരണമായത് ചെയ്യണം, എനിക്ക് കാലില്ലാത്തവന് കാല് വളർന്നു വരുന്ന ശുശ്രൂഷ ചെയ്യണമെന്നൊക്കെ നീ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ നിന്റെ കാലിന് നേരാവണ്ണം ചലനശേഷി പോലും ഉണ്ടാകും. എന്റെ കൈ നീട്ടുമ്പോ അത്ഭുതം നടക്കണമെന്ന് പറയുന്ന നിന്റെ കൈകളിൽ നിന്ന് ശൂന്യമായി. ഞാൻ കൽപ്പിക്കുമ്പോ പ്രാർത്ഥിക്കുമ്പോ രോഗി സൗഖ്യമാകണമെന്ന് പറയുന്ന നീ ഇന്ന് രോഗം ചുമന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ നിയോഗത്തിന്റെ പുതപ്പിനൊരു സ്വഭാവമുണ്ട്. എന്താണെന്നറിയാം? പുതപ്പിന് രണ്ട് സ്വഭാവമുണ്ട്. ഒന്ന് നിന്നെ മറയ്ക്കും, ഒന്ന് നിന്നെ മറയ്ക്കും, നിന്നെ അങ്ങ് മൂടും. രണ്ട് സ്വഭാവം. പുതപ്പിനകത്തിരിക്കുന്ന നീ പ്രൊട്ടക്റ്റഡാ. തണുപ്പ് നിന്നെ തൊടത്തില്ല, വേറെ ഒന്നും നിന്നെ ബാധിക്കത്തില്ല. പക്ഷെ നിയോഗത്തിന്റെ പുതപ്പിന്റെ പുറത്ത് വേറൊരു സംഭവം നടക്കുന്നുണ്ട്. അകത്തിരിക്കുന്ന നിന്റെ പ്രൊട്ടക്ഷൻ തിരിച്ചറിയാത്ത പുതപ്പിന്റെ പുറത്ത് ചില ഫൈറ്റുകൾ നടക്കും, പക്ഷെ പുതപ്പിനകത്ത് നീ ഇരിക്കുന്നിടത്തോളം കാലം നീ പ്രൊട്ടക്റ്റഡ്. രണ്ട് കാര്യം ചെയ്യുന്നുണ്ട്. ഒന്ന്, പുതപ്പ് നിന്റെ മാനം മറയ്ക്കുന്നുണ്ട്. രണ്ട്, പുതപ്പ് നിന്നെ പൊതിയുന്നുണ്ട്. പുറത്തെ അന്തരീക്ഷത്തിൽ അതൊന്നും ബാധിക്കാതെ വണ്ണം, എന്ത് ബാധിച്ചാലും അത് പുതപ്പിന്റെ പുറത്തെ ബാധിക്കത്തുള്ളൂ എന്ന വണ്ണം നിന്നെ കവർ ചെയ്യുന്നൊരു പുതപ്പ്. അതാ എലീശ ചോദിച്ചു, ആ പുതപ്പ് എനിക്ക് വേണം. പുറത്ത് മഞ്ഞുണ്ടെന്ന് അവൻ അറിഞ്ഞു, പുറത്ത് മഴയുണ്ടെന്ന് അവൻ അറിഞ്ഞു, പുറത്ത് വിട്ടിലുണ്ടെന്ന് അറിഞ്ഞു, പുറത്ത് കടന്തലുണ്ടെന്ന് അറിഞ്ഞു. എന്തൊക്കെ വന്നാലും ഈ പുതപ്പിന് നേരെ വരത്തുള്ളൂ. കാരണം ഇവൻ ഈ പുതപ്പിനകത്തിരിക്കുന്നത്. എത്ര പേർ തിരിച്ചറിയും? പ്രശ്നങ്ങൾ നിന്റെ വീടിന് ചുറ്റുമുണ്ട്, വീടിനകത്തുമുണ്ട്. പക്ഷെ നിന്റെ പ്രശ്നങ്ങൾക്കകത്തുകൂടെ കടന്നുപോയ പലരും ഇന്ന് ശേഷിപ്പില്ലാതിരിക്കുമ്പോ, അതേ പ്രശ്നത്തിനകത്തുകൂടെ, അതേ രോഗത്തിനകത്തുകൂടെ, അതേ പ്രതിസന്ധിക്കകത്തുകൂടെ കടന്നു പോകുന്ന നീ ഓരോ ദിവസവും തരണം ചെയ്യുന്നുണ്ടെങ്കിൽ, നിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തൊരു പുതപ്പിനകത്ത് ദൈവം നിന്നെ മറച്ചേക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരാമേൻ പറഞ്ഞു തുടങ്ങി. ആ നിയോഗത്തിന്റെ പുതപ്പിനകത്ത് പരിശുദ്ധാത്മാവ് നിന്നെ ആക്കിയിരിക്കുന്നു. സഭ നിന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടായിരിക്കും, സഭയിൽ നിന്ന് നിനക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടായിരിക്കും, സഭയിലെ പാസ്റ്റർ നിന്നെ വില കൽപ്പിച്ചിട്ടുണ്ടായിരിക്കത്തില്ല, വേണ്ടുന്ന കെയർ ഒന്നും നിനക്ക് തന്നിട്ടുണ്ടായിരിക്കും, നിന്നെ ഒന്ന് കേൾക്കാൻ പോലും ആരും തയ്യാറായിട്ടില്ല. പക്ഷേ ഇന്നുവരെയും അതേ പ്രശ്നത്തിനകത്ത് നീ നിൽക്കുമ്പോ തന്നെ ഡേറ്റ് 23 എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു പുതപ്പിനകത്ത് നിന്റെ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ടല്ലല്ലോ ആ വിഷയത്തിന് വ്യത്യാസം ഉണ്ടായത്. സ്റ്റിൽ ദാറ്റ് പ്രോബ്ലം ഈസ് ദയർ. ആ പ്രോബ്ലം ഇപ്പോഴും അതുപോലെ തല ഉയർത്തി നിൽക്കുമ്പോ, ആ പ്രശ്നത്തിന്റെ ഒരു കാറ്റുപോലും നിന്നെ തൊടാതെ വണ്ണം ഇന്ന് വരെ കടന്നുപോയെങ്കിൽ, ഓരോ തീയതികളും ദൈവം മറിച്ചു കൊണ്ടുപോകുന്നെങ്കിൽ, നീ ഒരു പുതപ്പിനകത്ത്, നീ ഒരു നിയോഗത്തിനകത്ത്, നീ പുതപ്പിനകത്തിരിക്കുന്നുണ്ടാ. പുതപ്പിന്റെ പുറത്ത് വന്ന് തട്ടുന്ന പലതും നീ അറിയാതെ എത്രയോ കാറ്റുകൾ തെക്കു നിന്നും കിഴക്ക് നിന്നും വടക്കു നിന്നും പടിഞ്ഞാറ് നിന്നും ആരംഭിച്ചിട്ട് ഈ പുതപ്പിന്റെ മേൽ വന്ന് തട്ടുന്നെന്നറിയാം. നീ ആ പുതപ്പിനകത്തിരിക്കുന്നുണ്ടാ, നീ അറിയാം. ഉറപ്പിക്കും. പുതപ്പിനകത്താണ് കയറും കൊണ്ട് മരണദൂതൻ നിനക്ക് ചുറ്റും തലങ്ങും വിലങ്ങും അവൻ നടന്നിട്ടും, പുതപ്പിന് ചുറ്റും ഇങ്ങനെ നടന്നിട്ടും അവന്റെ കയർ അവന്റെ ഉണ്ട്, മരണദൂതനും അവിടെ ഉണ്ട്. നിന്റെ തലയൊന്ന് കണ്ടെങ്കിൽ കഴുത്തിലേക്ക് കയറെറിയായിരുന്നു, ഒരു വലി കൊടുക്കായിരുന്നു, ആയുസ് വലിച്ചങ്ങ് എടുക്കായിരുന്നു എന്ന് പറഞ്ഞ് നിന്റെ പുതപ്പിന് ചുറ്റി നടന്ന മരണദൂതനെ നീ കണ്ടില്ല. നിന്റെ തല പുറത്ത് കാണിക്കാതെ വണ്ണം പുതപ്പിനകത്ത് മറച്ചൊരു നല്ല ദൈവമുണ്ട്, നീ അറിയുന്നു. ആ പുതപ്പ് നിനക്കിട്ട് മൂടിയിട്ട് നിന്റെ തല പുതപ്പിനകത്താക്കി മരണദൂതന്റെ കയറിനെ ക്യാൻസൽ ചെയ്തൊരു വലിയ ദൈവം. നീ അറിഞ്ഞില്ല ലുതിയെ, നീ അറിഞ്ഞില്ല. എന്നാൽ ഒരു ദിവസം തമ്പുരാൻ ലുതിയെ പിടിച്ച് നിർത്തി. കാര്യം ഇത്രയേ ഉള്ളൂ. എന്താന്ന്? അവൻ ദൈവഭക്തനായി, രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. അവൻ ദൈവഭക്തനായി. അങ്ങനെയുള്ള ഭക്തർ ഇതിനകത്തുണ്ടെങ്കിൽ, ഭക്തിയുടെ വേഷം കെട്ടിയവരല്ല, ഭക്തർ ഇതിനകത്തുണ്ടെങ്കിൽ. ഇന്നലെ വായിച്ച സദൃശവാക്യം 14:16,
യഹോവ ഭക്തന്മാർക്ക് ദൃഢ നിശ്ചയമുണ്ട്, ദൃഢധൈര്യമുണ്ട്. അവന്റെ മക്കൾക്കും ശരണമുണ്ടാകും. എത്ര പേർ എന്തിനാ ഉണ്ടാകും? ഇന്നലെ എല്ലാവരും ബിസി മോഡിലായിരുന്നല്ലോ പലരും. അതുകൊണ്ട് പലർക്കും ആ മെസ്സേജ് അറിയത്തില്ല. ബിസി മോഡിലായിരുന്നവർ ഇപ്പൊ കേൾക്കുക. നമ്മുടെ ഇന്നത്തെ മെസ്സേജ് എന്ന് പറയുന്നത് ബിസി മോഡിലുള്ളവർക്കല്ല, അവൈലബിൾ ആയിട്ടുള്ളവർക്കാണ്. ദൈവം ഇത്രയും പേര് അവൈലബിൾ ആക്കിയതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളെക്കാൾ നന്നായി ബിസി മോഡ് ഇടാൻ എനിക്ക് പ്രാഗൽഭ്യമാണ്. പക്ഷെ തമ്പുരാന് വേണ്ടി 1 മണിക്കൂർ മാറ്റിയിരിക്കുന്നതിന്റെ നന്മ എന്തെന്ന് വ്യക്തമായി അനുഭവിക്കുന്ന ഒരു വ്യക്തി. രക്തത്താൽ ജയം വ്യാപം. ദൈവത്തിനു വേണ്ടി ബിസിനസ്സുകാരിയായ ലുദിയ അവൈലബിൾ ആയപ്പോൾ, എന്റെ മെസ്സേജിന്റെ കൺക്ലൂഷനിലേക്ക് ഞാൻ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒത്തിരി പ്രൊഫഷൻ ചെയ്യുന്ന വ്യക്തികൾ നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്തുണ്ട്. അവളൊരു പ്രൊഫഷൻ ചെയ്യുന്ന വ്യക്തിയല്ല, അവളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഒരു ബിസിനസ്സുകാരി ദൈവത്തിനു വേണ്ടി അവൈലബിൾ ആയപ്പോൾ കർത്താവ് ഒരു മക്കദോന്യയെ പിടിക്കാൻ പരിശുദ്ധാത്മാവ് അവളെ അങ്ങ് ഏറ്റെടുത്തു. പട്ടണം പിടിക്കാനുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. കാര്യം നടക്കാത്ത എന്നാന്നറിയാം, നീ ദൈവത്തിന് അവൈലബിൾ അല്ല. നീ അവൈലബിൾ ആകണമെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ഒരു വഴി ബ്ലോക്ക് ആകും, എങ്കിലും നീ അവൈലബിൾ ആകും. വഴി ഓപ്പൺ ആയി കഴിഞ്ഞാൽ വീണ്ടും നിന്റെ മോഡ് ബിസി മോഡായി മാറും. പിന്നെ നീ ദൈവത്തിന് അവൈലബിൾ അല്ല. പിന്നെ ദൈവത്തിന് നിന്നെ അവൈലബിൾ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ, നിന്റെ അപ്പോയിന്റ്മെന്റ് ദൈവം എടുക്കണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ബ്ലോക്ക് നിന്റെ ജീവിതത്തിൽ വരണം. അങ്ങനെ എപ്പോഴും ബ്ലോക്ക് ക്യാൻസൽ ചെയ്യാൻ ദൈവം കൂടെ നിൽക്കുമെന്ന് വിചാരിക്കല്ലേ ബിസി മോഡ് ഉണ്ടാവും. ദൈവത്തെ മഹത്വപ്പെടുത്തും. കർത്താവിന് വേണ്ടി ഒരു ദശാംശം മാറ്റി വെക്കുന്നവന്റെ ജീവിത രീതി വേറെ. സമയത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. സമയത്തിന്റെ ദശാംശം മാറ്റി വെക്കുന്നവന്റെ ജീവിതത്തിന്റെ കാര്യം വേറെ. അനുഭവമുള്ളതുകൊണ്ട് പറയും. എന്നിട്ടും എനിക്ക് പൂർണ്ണമായി ഞാൻ ദൈവത്തിന് ദശാംശം കൊടുക്കുന്നു എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ലാത്തത്. കണക്ക് ചോദിച്ചാൽ ഞാൻ ഉത്തരം മുട്ടിപ്പോകും. ധൈര്യമില്ല. കൊടുത്ത ദശാംശത്തിന്റെ അകത്ത് എത്ര പൂർണ്ണതയുണ്ടെന്ന് മാത്രം കർത്താവ് ചോദിച്ചാൽ മതി, എന്റെ ഉത്തരം മുട്ടിപ്പോകും. നമ്മളൊക്കെ 1 മണിക്കൂർ 1.5 മണിക്കൂർ രാവിലത്തെ സമയം അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നവരെ കാര്യം മാത്രമാണ് പറയുന്നത്. രാവിലെ ബിസി മോഡ് ഇട്ടേക്കുന്നവരെ കാര്യം, രാവിലെ അന്യഭാഷയ്ക്ക് ജോയിൻ ചെയ്യുന്നവരെ കാര്യമാണ്. ആ 1-1.5 മണിക്കൂർ നമ്മൾ അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നവരാ. ഈ 1.5 മണിക്കൂറിനകത്ത് എത്ര സമയം വാസ്തവത്തിൽ നാം ദൈവത്തിന് അവൈലബിൾ ആയിരുന്നു? അത്ര മാത്രം ചോദിച്ചാൽ ഈ 1.5. ഞാൻ പറയുന്നു, ഈ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവർ തന്നെ അന്റാർട്ടിക്ക വരെ സന്ദർശിക്കാൻ കഴിവുള്ളവരുണ്ട്. അവൈലബിൾ അല്ല. ദൈവത്തിന്റെ റെക്കോർഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചർച്ചിനകത്ത് അറ്റൻഡ് ആയിരുന്നവരും ദൈവസന്നിധിയിൽ ആബ്സെന്റ് ആയിരുന്നു. ചർച്ചിനകത്ത് അറ്റൻഡ് ആയിരുന്നവനും ദൈവസന്നിധിയിൽ ആബ്സെന്റ് ആയിരുന്നു. നീ ചർച്ചിൽ അറ്റൻഡ് ആണ്, നിനക്ക് അറ്റൻഡൻസ് ഉണ്ട്, എന്നാൽ ദൈവസന്നിധിയിൽ നീ ആബ്സെന്റ് ആണ്. ആബ്സെന്റ് മൈൻഡോടുകൂടെ ഇരുന്ന് ദൈവവചനം ലാഘവത്തോടെ കേൾക്കുന്നവരാണ് സമൂഹത്തിൽ. ദൈവത്തിന്റെ കൃപയാൽ ജയം വ്യാപിക്കട്ടെ. ദൈവമേ, ജനത്തിന്റെ ബുദ്ധി തുറക്കണം. ഞാൻ പറയുന്നു, ആബ്സെന്റ് മൈൻഡിൽ ഇരുന്ന് ഇപ്പൊ ചോദിച്ചാൽ ഇന്നത്തെ കുറിവാക്യം എന്താന്ന് വെച്ചാൽ അറിയാത്ത ആൾക്കാർ ഇതിനകത്ത്. ഇന്നത്തെ കുറിവാക്യം ഞാൻ ഏതാ വായിച്ചെന്ന് ചോദിച്ചാൽ ഓർത്തെടുക്കാൻ പോലും ഓർമ്മയില്ലാത്ത ജനം എന്നെ കേൾക്കുന്നു. അതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അങ്ങനെയുള്ളവർ ഉള്ളതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അവർക്ക് വിടുതലുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം ജീവിതത്തിൽ പ്രവർത്തിച്ചില്ലെന്ന് നമ്മളൊക്കെ മുഖം വീർപ്പിച്ച് പറയാറുണ്ട്, ദൈവദാസന്മാരെ കുറ്റം പറയാറുണ്ട്, ദൈവത്തോട് പിറുപിറുക്കാറുണ്ട്. കർത്താവ് ചോദിക്കുന്നു, നീ ഒരു വർഷത്തിൽ ഒരു ദിവസത്തിൽ നീ എത്ര സമയം അവൈലബിൾ ആയി? കർത്താവ്, എനിക്ക് അവിടുത്തെ ജോലി, ഇവിടുത്തെ ജോലി, കുഞ്ഞിനെ പഠിപ്പിക്കാം, അവിടെ കൊണ്ടുപോകണം, ഇവിടെ കൊണ്ടുപോകണം, സ്കൂളിലാക്കണം, വിളിക്കണം, പച്ചക്കറി മേടിക്കണം, അയ്യോ ചിട്ടി പൈസ കൊടുക്കാൻ പോണം, പലിശ കൊടുക്കാൻ പോണം, പലിശ മേടിക്കാൻ പോണം. പലിശ മേടിക്കുന്നവരുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം. മേടിക്കാൻ പോണം, ഇങ്ങനെ ഒത്തിരി ബിസി ആയി. പിന്നെ അച്ഛൻ വിളിക്കുക, അച്ഛനുമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന സമയമാണ്. ഇങ്ങനെ ബിസി മോഡിൽ നമ്മൾ ദൈവത്തോട് വാദിക്കുമ്പോ കർത്താവ് ചോദിക്കും, നീ അവൈലബിൾ ആയിരുന്നതിന്റെ റിട്ടേൺ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നിനക്ക് എന്നോട് വാദിക്കാൻ പറ്റത്തില്ല, നീ അവൈലബിൾ ആയിരുന്നതിന്റെ റിട്ടേൺ ഞാൻ നിനക്ക് തന്നു. എന്തുകൊണ്ടാ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് വിടുതൽ നടക്കുന്നതെന്നറിയാം? ഒന്നാമത്തെ കാര്യം ഞാൻ പറയും, തമ്പുരാന്റെ കൃപ കൊണ്ട് മാത്രമാണ് വിടുതൽ നടക്കുന്നത്, അല്ലാതെ നമ്മുടെ ഒന്നും മഹത്വമല്ല. കൃപ എന്താന്ന് പറഞ്ഞു തരാം. ഉപവാസ പ്രാർത്ഥനയിൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ നടക്കുന്നതിന്റെ കാരണം
ഉപവാസ സമയത്ത് മാത്രമേ കുറച്ച് കൂടുതൽ സമയം ദൈവസന്നിധിയിൽ അവൈലബിൾ ആകുന്നു. ഉപവാസം എടുക്കുന്ന സമയത്ത് മാത്രമേ ദൈവസന്നിധിയിൽ അവൈലബിൾ ആകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിടുതൽ. വീണ്ടും ഞാൻ ഇന്നത്തെ ടൈറ്റിൽ നിങ്ങളോട് ചോദിക്കുന്നു, ആർ യു അവൈലബിൾ ഫോർ ഗാഡ്? നിങ്ങൾ ദൈവത്തിന് വേണ്ടി അവൈലബിൾ ആകാൻ തയ്യാറാണ്? അല്ലെങ്കിൽ നിങ്ങൾ എന്ന വ്യക്തിയെ ദൈവത്തിന് കണ്ടു കിട്ടും? ഇതാ എന്റെ ചോദ്യം. ഇതെന്റെ ചോദ്യം. ഞാനിത് എന്നോടും ചോദിക്കും. ഞാൻ എന്ന വ്യക്തിയെ, ദീപു എന്ന വ്യക്തിയെ ചില ദർശനങ്ങൾ ഏൽപ്പിക്കാം, ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാം, ചില പ്രവചന ശബ്ദങ്ങൾ ഏൽപ്പിക്കാൻ, ചില ശുശ്രൂഷകൾ ഏൽപ്പിക്കാൻ, ചില കൃപാവരങ്ങൾ ഏൽപ്പിക്കാൻ, ചില ദൂതുകൾ ഏൽപ്പിക്കാൻ ദീപു എന്ന വ്യക്തിയെ ദൈവത്തിന് അവൈലബിൾ ആയി കിട്ടും. ഈ ചോദ്യം നിങ്ങളുടെ പേരോടുകൂടെ ഇട്ട് നിങ്ങൾ ദൈവത്തോട് ചോദിക്കും. നീ ദൈവത്തിന് അവൈലബിൾ ആകാത്തടുത്തോളം കാലം കർത്താവ് ഈ പ്രവചന ശബ്ദം നിനക്ക് തരത്തില്ല. നീ എത്ര പ്രയോജനപ്പെടണമെന്ന് വെച്ചാൽ നടക്കട്ടെ. നീ ദൈവസന്നിധിയിൽ ഉറ്റിരിക്കാത്തടുത്തോളം കാലം നിനക്കൊരു ഡെലിവറൻസ്. കാരണം സാത്താൻ നിന്റെ ജീവിതത്തിൽ നീ മലർക്കെ തുറന്നിട്ടൊരു വലിയ അവകാശം കാണും. എന്നാൽ ഉപവാസ ദിവസങ്ങളിൽ മാത്രം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ചില സ്പെഷ്യൽ മീറ്റിംഗ്സിന് മാത്രം മീറ്റിംഗിന് അറ്റൻഡ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക്, എല്ലാ ദിവസവും മീറ്റിംഗിന് അറ്റൻഡ് ചെയ്തിട്ടും ആബ്സെന്റ് മൈൻഡിൽ ഇരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, കർത്താവിന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നീ അവൈലബിൾ ആയെങ്കിൽ മാത്രമേ സാധിക്കൂ. നീ അവൈലബിൾ ആകുമ്പോൾ മാത്രമേ സാധിക്കൂ. എല്ലാ മഹത്വവും ഞാൻ കർത്താവിന് കൈമാറും. എല്ലാ മഹത്വവും ദൈവത്തിന്. പ്രിയപ്പെട്ടവരെ, ലുദിയ എന്ന വ്യക്തി അവളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഇറങ്ങി അവൾ ഓട്ടം വെച്ചു. ഞാൻ ഇങ്ങനെ പറയും, അവൾക്കൊരു പീസ് വിൽക്കുമ്പോ കിട്ടുന്ന ലാഭേ ഉള്ളൂ അവൾക്ക്. അവൾ വെള്ളം ദാഹിച്ചാൽ പോലും അവൾ കുപ്പിക്കകത്തെടുത്ത വെള്ളം കുടിക്കാൻ അവൾ മടിക്കും. കാരണം ആ വെള്ളം, ആ കുട്ട താഴെ വെച്ച് ബോട്ടിൽ തുറന്ന് വെള്ളം കുടിക്കുന്ന അത്ര സമയം കൂടെ ഞാൻ ദൂരത്തിൽ ഓടി എത്തിക്കഴിഞ്ഞാൽ ഒരു പീസും കൂടെ വിറ്റ് പോയാലോ. അങ്ങനെ വെള്ളം കൂടി മാറ്റിവെച്ചവൻ, ഭക്ഷണം കഴിപ്പ് മാറ്റിവെച്ചവൻ, കഴിച്ച ദിവസത്തെക്കാളേറെ കഴിക്കാത്ത ദിവസങ്ങൾക്ക് റെക്കോർഡിട്ടവൾ, അവൾ ഒരു സ്ഥലത്ത് വന്നപ്പോൾ അവൾ സ്വാർത്ഥയായി മാറി. ഒരു സ്ഥലത്ത് വന്നപ്പോ മാത്രം അവൾ സ്വാർത്ഥയായി മാറി. എന്റെ കർത്താവിന്റെ പൊരുൾ തിരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവൾ സ്വാർത്ഥയായി മാറി. അവൾ കുടുംബം മറന്നു, അവളുടെ ബിസിനസ് മറന്നു, അവളുടെ പ്രാരബ്ധം മറന്നു, അവളുടെ കടപ്പാടുകൾ മറന്നു. അവൾക്കൊരു വ്യക്തിയോട് മാത്രമേ കടപ്പാടുള്ളൂ. അത് അവളെ ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തോടാണ്. ഭൂമിയിലേക്ക് അയച്ച ദൈവത്തോട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലരോടും കടപ്പാടുകൾ തീർക്കുന്നവരല്ലേ. നമ്മുടെ വീട്ടിൽ പാലുകാച്ചിന് വന്നൊരു വ്യക്തിക്ക് ആ വീട്ടിൽ പാലുകാച്ചിന് പോയില്ലെങ്കിൽ മോശമല്ലേ. നമ്മുടെ കൊച്ചിന്റെ കല്യാണത്തിന് കൊണ്ടുതന്ന വ്യക്തിക്ക് ആ കൊച്ചിന്റെ കല്യാണത്തിന് നമ്മൾ അതുപോലെയെങ്കിലും കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ. നമുക്കൊരു നേരത്തെ ഭക്ഷണം തന്നവന് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം അങ്ങോട്ട് കൊടുത്തില്ലേ മോശമല്ലേ. നമ്മളൊരു ആപത്തി സഹായിച്ചവന് അവനെ ഒരു ആപത്തി സഹായിച്ചില്ലേ മോശം. നമ്മൾ ഇതെല്ലാം മോശം 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 നമ്മുടെ തല ഉയർത്തി പിടിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വലിയ പകൽമാന്യം കളിക്കുമ്പോ ദൈവത്തോടുള്ള കടപ്പാടുകൾ വല്ലപ്പോഴെങ്കിലും ഒന്ന് ഓർത്താൽ അതൊരനുഗ്രഹമാണ്. ഹല്ലേലൂയ. ദൈവത്തോടുള്ള കടപ്പാടുകൾ വല്ലപ്പോഴെങ്കിലും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം ഒന്നും ചെയ്തില്ല എന്ന് ഒരു നാവിനും പറയാൻ. പക്ഷെ ഈ സ്ത്രീക്ക് ഭയങ്കര കടപ്പാടുണ്ട് ദൈവത്തോട്. കാരണം പൗലോസ് അവിടെ ശക്തമായി ദൈവവചനം ശുശ്രൂഷിക്കുമ്പോ ഇവളുടെ, ഞാൻ എന്താ പറയുക, ഇവൾ തലയിൽ ചുമന്നുകൊണ്ടിരുന്ന ഭാരം നിലത്തിറക്കി വെച്ച് ശ്രദ്ധിച്ച് കേട്ടു. കുട്ടയും വട്ടിയും കുട്ട കൊണ്ടുവന്ന ചേച്ചിയും മാത്രമല്ല കേട്ടോ അവിടെ ഉള്ളത്, ചേച്ചിയുടെ മനസ്സും അവിടെ തന്നെ ഉണ്ട്. ചേച്ചിയുടെ മനസ്സും അവിടെ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുന്നു. പക്ഷെ ഈ മനുഷ്യനാകുന്ന പൗലോസിനെ ദൈവം 2 ഡിസ്ട്രിക്ട് തൊടിയിച്ചില്ല. ആസിയയിൽ വചനം പ്രസംഗിക്കണ്ടെന്ന് പറഞ്ഞു. മുസ്യയിലെത്തി ബിഥുന്യക്ക് പോകാൻ വേണ്ടി തയ്യാറായപ്പോ പോകണ്ടെന്ന് യേശുവിന്റെ ആത്മാവ് നിർബന്ധം പിടിച്ചു. പോകണ്ട. ദൈവത്തിൽ നിന്ന് നിർബന്ധമുണ്ട് കേട്ടോ. ചില വ്യക്തിയുടെ ഹൃദയം തുറക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. ചില വ്യക്തികളുടെ ഹൃദയം തുറക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. അയ്യോ സമയമാകുന്നു.
നോക്കണം, കുടുംബത്തെ ഭക്ത എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടില്ല. കുടുംബം ഭക്ത എന്നത് വേദപുസ്തകം വിശ്വസ്ത കുടുംബം. നമ്മുടെ സെക്കരിയാവിനെ എലിശബത്തിനെ അഡ്രസ് ചെയ്ത പോലെ ഭർത്താവിനെയും മക്കളെയും അഡ്രസ് ചെയ്തിട്ടില്ല. ഈ സ്ത്രീ, ലുദിയ എന്ന സ്ത്രീ മാത്രമാണ് ദൈവഭക്ത എന്ന് അഡ്രസ് ചെയ്തിരിക്കുന്നത്. ഈ സ്ത്രീ മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. നീതിയുള്ള കുടുംബമായിരിക്കും, വിശ്വസ്ത കുടുംബമായിരിക്കും. ഞാൻ വേദപുസ്തകം പറയാത്തോണ്ട് ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. പക്ഷെ ഈ സ്ത്രീ പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന ദൈവഭക്തയായ ഒരു സ്ത്രീയാണ്. പതിവുപോലെ അവർ യാത്ര പുറപ്പെട്ടപ്പോ പൗലോസിനെ ദമസ്കോസിൽ ത്രോവാസിൽ കിടന്നുറങ്ങിയ പൗലോസിനെ രാത്രി ദർശനത്തിൽ ഒരു മനുഷ്യന്റെ രൂപത്തിൽ ദൂതൻ വന്ന് തട്ടി ഉണർത്തി പറഞ്ഞിടാ പൗലോസേ, ഉറങ്ങിയത് മതി. ഒരു കുടുംബത്തിന്റെ കെട്ടുപൊട്ടിക്കാൻ നിന്നെ ആത്മാവ് മക്കതോന്യക്ക് അയക്കുന്നു. എഴുന്നേറ്റ് മക്കതോന്യക്ക് വരിക എന്നൊരു ശബ്ദം പൗലോസ് കേട്ടു. അടുത്ത സെക്കൻഡിൽ പുള്ളിക്കാരൻ അവിടുന്ന് പെട്ടിവാക്കി മക്കതോന്യക്ക്. യൂറോപ്പിലെ ആദ്യത്തെ ക്രിസ്ത്യാനി എന്നൊരു പേര് ലുദിയയ്ക്ക് പരിശുദ്ധാത്മാവ് പേര് ചാർത്തി കൊടുക്കുന്ന ഒരു ദിവസമായിരുന്നു. നിന്റെ പേരുദോഷം മാറും കേട്ടോ കുഞ്ഞ്. കർത്താവിന്റെ ആത്മാവ് നിന്നെ ഒന്ന് തൊട്ടാ മാത്രം മതി. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിന് നേരെ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ആ പേരുദോഷം മാറാൻ കർത്താവ് ഒന്ന് തൊടുക മാത്രമേ വേണ്ടൂ. മക്കളെ കൊണ്ട് നിനക്കൊരു പേരുദോഷം ഉണ്ടാകും, ഭർത്താവിനെ കൊണ്ട് പേരുദോഷം ഉണ്ടാകും, പ്രവൃത്തി ദോഷം ഉണ്ടാകും, നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാകും. പക്ഷെ ആ ദോഷം മാറാൻ ഏക നാമമേ ഉള്ളൂ. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മേളിൽ നൽകപ്പെട്ടിരിക്കുന്ന ഏകനാമം യേശു ക്രിസ്തുവിന്റെ നാമം. പൗലോസ് ചെന്ന് പ്രാർത്ഥിക്കാൻ സ്ഥലമുണ്ടോ എന്നൊക്കെ നോക്കി ചെന്നപ്പോ ഒരു കൂട്ടം സ്ത്രീകൾ വട്ടം കൂടി ഇരിക്കുന്ന കണ്ടു. ആരാ? സ്ത്രീകൾ. അതിന്റെ നടുവിൽ നിന്ന് ദൈവം കൊടുത്ത വചനങ്ങൾ ആത്മാവിൽ ഉരുവിട്ടുകൊണ്ടിരുന്നപ്പം ഈ സ്ത്രീ അവിടെ എത്തി. ഭയങ്കര പ്രസൻസ് കണ്ടതുകൊണ്ട് ഓടിച്ചെന്ന് കുട്ടയും പട്ടിയും വലിച്ചെറിഞ്ഞ് അവളെ തന്നെ അവിടെ സമർപ്പിച്ചു. ഹൃദയത്തിൽ ഭാരം, തലയുടെ മുകളിലും ഭാരം. പക്ഷെ അവൾക്ക് ആ ഭാരം ഇറങ്ങിയത് എവിടാന്ന് ചോദിച്ചാൽ ദൈവവചനം കേട്ടിട്ട് ഭാരം ഇറങ്ങിയത്. ദൈവവചനം കേട്ട സ്ഥലത്ത് ആ സ്ത്രീ അറ്റൻഡ് ആയപ്പോഴാ ഭാരം ഇറങ്ങിയത്. അവിടെ വന്ന് അവളെല്ലാം ഇറക്കി വെച്ച്, ദൈവസന്നിധിയിലെല്ലാം ഇറക്കി വെച്ച്. ആ കുട്ടയും പട്ടിയും അവിടെ ഇറക്കി വെച്ചത് തന്നെ അതിനകത്തൊരു പ്രൊഫറ്റിക്കൽ സൈൻ ഉണ്ട്. എന്തായാലും കുട്ടയും വെച്ചോണ്ട് അവൾ ദൈവവചനം കേൾക്കത്തില്ലല്ലോ മണിക്കൂർ. കുട്ട എന്തായാലും താഴെ വെച്ചിട്ടുണ്ടാവും. വെച്ചിട്ടില്ലെങ്കിൽ ഇന്ന് താഴെ വെച്ചോണം. എല്ലാവരും ദൈവവചനം കേൾക്കാൻ വരുന്നത് കുട്ടയും പട്ടിയും ഭാരവും തലയിൽ വെച്ചോണ്ടൊക്കെ. അതുകൊണ്ട് തന്നെ ഒന്നും തലയ്ക്കകത്ത് കയറുന്നുമില്ല. ഭാരം കൊണ്ട് ബ്രെയിനെല്ലാം അമർത്തിരിക്കും. തലച്ചോറിനകത്തേക്കൊന്നും ഭാരം ഇറക്കി, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊടുക്കും, അവനത് പുലർത്തുമെന്ന്. വെക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ അവൈലബിളേ അല്ലല്ലോ, പിന്നെ എങ്ങനെ വെക്കാൻ? നമ്മൾ അവൈലബിളേ അല്ലല്ലോ, പിന്നെ എങ്ങനെ കർത്താവിന് വാങ്ങാൻ? കർത്താവ് നോക്കുമ്പോ റേസിംഗ് ബൈക്ക് പോകും പോലെ ഓരോരുത്തർ പോലെ ഭാരം ഒന്ന് ഏറ്റുവാങ്ങാന്ന് പറഞ്ഞ് കർത്താവ് ഇങ്ങനെ നിൽക്കും. പക്ഷെ റേസിംഗ് ബൈക്ക് പോകുന്ന പോലെ ഭൂന്നൊരു പോക്കാം. ആളെ കാണാനില്ല, പിന്നെ ഇങ്ങനെ ഭാരം ഏറ്റുവാങ്ങാൻ. കർത്താവിന്റെയും കഴുത്ത് കഴിച്ചു. ഇപ്പൊ വരൂ എന്ന് നോക്കി എല്ലാ മകത്തും കർത്താവിന് ചിന്തിക്കാതെ മുമ്പോട്ട് പോയ കാര്യം. ചിലതൊക്കെ ചിന്തിച്ചും ആലോചിച്ചും ചിന്തിപ്പിച്ചും തന്നെ മുമ്പോട്ട് പോകാം. കർത്താവ് കൈ നീട്ടി. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ രൂപം കണ്ടിട്ടുണ്ടല്ലോ. ചില കുരിശടി, ഞാൻ പ്രൊമോട്ട് ചെയ്യുവല്ല, ഞാൻ ആ രൂപം പറയാൻ വേണ്ടി നിങ്ങളുടെ ബ്രെയിനിലേക്ക്, തലച്ചോറിലേക്ക് വരാൻ വേണ്ടി മാത്രം ആ ഒരു സംഭവം എടുത്തിടുകയാണ്. നിങ്ങൾ രൂപം കണ്ടിട്ടുണ്ടല്ലോ. ചില പള്ളികളിൽ കുരിശടികളിൽ ചില കർത്താവ് കൈ നീട്ടി നിൽക്കുന്ന ഒരു രൂപം. അത് രൂപം. ആരെങ്കിലും ആയി കൈകീടി നിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഇല്ല. ഒരമ്മച്ചി വന്ന് അവിടെ എന്തെങ്കിലും കത്തിച്ചു വെച്ചാലും അടുത്ത സെക്കൻഡ് അമ്മച്ചി അപ്രതീക്ഷിക്കും. കർത്താവ് അന്നോട്ട് ഇന്ന് വരെ കൈനീട്ടി നിൽക്കുക. ആരും ആ കൈക്കീഴിൽ പോയിട്ടില്ല. ഈ കൈക്കീഴിൽ ഒരു CCTV വെച്ചാൽ ഒരു കാര്യം കാണാൻ പറ്റും. 6:60 പറക്കുന്ന ഭാര്യയെ ഭർത്താവ്. തിരക്ക, അങ്ങോട്ട് നോക്കാൻ പോലും സമയമില്ല. നോക്കിയാൽ തീർന്നില്ല. അത് അമ്മാതി സ്പീഡിലാണ് പോകുന്നത്. ഇപ്പൊ നമ്മുടെ KSRTC ബസിന്റെ പുറകിൽ ഒരു പരസ്യം എഴുതി വെച്ചിട്ട് 4 രൂപയ്ക്ക് പരസ്യം നൽകും. അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ പൈസ കൊടുക്കാതെ പരസ്യമാകും. ബസിന്റെ പുറകെ പോയിരിക്കുന്ന ഞാൻ പറയാം, അമ്മാതിരി വേഗത, അമ്മാതിരി ബിസി മോഡല്ലേ. കർത്താവിന് അവൈലബിൾ അല്ലല്ലോ. പിന്നെ എങ്ങനെ കർത്താവ് ഏറ്റെടുക്കാനാ ഭാരം? കർത്താവ് അന്നും ഇന്ന് ഇങ്ങനെ നിൽക്കുക. ഈ രൂപത്തിനൊരു വ്യത്യാസം ഇല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഈ രൂപത്തിനും ഈ വാക്കിനും ഒരു വ്യത്യാസം ഇല്ല. അന്ന് ഇന്ന് ഏറ്റെടുക്കാൻ തയ്യാറാണ്. നീ അവൈലബിൾ ആകണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ അതുപോലെ ഒരു കഠിന ശോധന വരണം. അങ്ങനെ ഏറ്റെടുക്കാൻ കർത്താവ് തയ്യാറുണ്ട്.
ഞാൻ ഇന്ന് പറയുന്നു, ആ രൂപം വിട്, രൂപം അയച്ചു കളയും. ഇതുപോലെ കൈ നീട്ടി വെച്ചേക്കുന്ന കർത്താവ് നിനക്കുണ്ട്. നിന്റെ ഭാരം ഏറ്റെടുക്കാൻ, നിന്നെ ഏറ്റെടുക്കാൻ, നിന്റെ കുടുംബം ഏറ്റെടുക്കാൻ അവൻ തയ്യാറാണ്. നീ 6:60 എന്നുള്ള ഓട്ടം ഉണ്ടല്ലോ, നീ 30 എന്നൊന്ന് കുറച്ചാൽ നിന്റെ പകുതി ഭാരവും അവിടേക്ക്. മറ്റത് കർത്താവിന്റെ കണ്ണ് തന്നെ ഇങ്ങനെ, ആ ഡമ്പി, ഞാൻ പറഞ്ഞ ആ രൂപം പോലും ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവും. ആ സ്പീഡ് കാരണം അമ്മാതി സ്പീഡ്. എല്ലാരും തിരക്കാ സംഭവം, എല്ലാരും തിരക്കാ. കർത്താവിന് വേണ്ടി ആരും ഇല്ല, എല്ലാരും ബിസി മോഡ്. ഞാൻ ഇന്ന് ആ മണ്ഡലം അങ്ങ് ക്യാൻസൽ ചെയ്യുക. ആ ബിസി മോഡ് ഞാൻ ക്യാൻസൽ ചെയ്യും. കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, മറക്കരുത്. കൈസർക്കുള്ളത് കൈസറിനും, ദൈവത്തിനുള്ളത് അതിനകത്തൊരു ദൂതുണ്ട്. ദൈവത്തിലുള്ള ദൈവത്തിന് കൊടുത്തേക്കണം, അതും കൂടെ കൈസറുടെ പുറകെ കൊണ്ട് ഓടാൻ. സത്യമല്ലേ ഞാൻ പറഞ്ഞ സത്യമാണ്. നമ്മളെല്ലാരും മാമോന്റെ പുറകിലുള്ള ഓട്ട, മാമോന്റെ പുറകിലോട്ടെ. കർത്താവിന്റെ കൂടെ ആരുമില്ല. കർത്താവ് ഏകനായിട്ട്, അത് തന്നെ ക്രൂശിലും കണ്ടത്, ഏകന ആരും. അവസാനം ക്രൂശ് താങ്ങാൻ ഒരു മനുഷ്യൻ വന്നപ്പോ തലമുറ അനുഗ്രഹിക്കും. ഇപ്പൊ കണ്ണു തുറന്നു, തലമുറ അനുഗ്രഹിക്കപ്പെടുന്നു. ഇപ്പൊ കണ്ണു ക്രൂശ് താങ്ങണം. അങ്ങനെ ഒരു വാക്കും, ക്രൂശ് താങ്ങണം. ക്രൂശ് താങ്ങണം. കർത്താവിന്റെ ക്രൂശ് താങ്ങാൻ നിന്നെ ദൈവം പിടിച്ചേക്കും. ഞാൻ പറയുന്നു, അവൈലബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ പേരിൽ യോഗത്തിന്റെ മുതൽ ഇടാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കും. 7:55 അവൈലബിൾ ആണ്. ഈ സ്ത്രീ, ഞാൻ വേഗം പറയുന്നു, കർത്താവ് പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് അപേക്ഷിച്ചു. ഓക്കെ, അതുപോലെ അവളും കുടുംബവും സ്നാനം ഏറ്റ് സന്തോഷിച്ചു. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഈ മെസ്സേജിന്റെ ഉള്ളടക്കം അല്ലെങ്കിൽ അതിന്റെ രക്തചുരുക്കം ഇതാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി അവൈലബിൾ ആകാൻ തയ്യാറാണ്. ഞാൻ വിചാരിക്കുന്നു ഏകദേശം 10ഓളം രക്താംബരം പട്ടുവസ്ത്രം ആ സ്ത്രീക്ക് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ അവൾക്ക് വിറ്റുപോകുമായിരുന്നു. ഏകദേശം ഒരു 1-2 മണിക്കൂർ അവൾ ആ മെസ്സേജിന് വേണ്ടി അവൾ ചെലവിട്ടിട്ടുണ്ടാകും. ആ ദൈവദാസൻ പറഞ്ഞ് ശ്രദ്ധയോടെ കേൾക്കാൻ ചെലവിട്ടിട്ടുണ്ട്. അവളുടെ ബിസിനസ് അന്ന് ഉച്ചവരെ മുടങ്ങിയിട്ടുണ്ടാകും. പക്ഷേ മുഴുവൻ സ്റ്റോക്കും വിറ്റഴിച്ചിട്ട് പണം കൊണ്ട് വീട്ടിൽ വരുന്നതിനേക്കാളുള്ള ഒരു വലിയ സന്തോഷം അവളുടെ ഭവനത്തിലേക്ക് ദൈവാത്മാവ്. ഒറ്റ വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത് ആരാ? ലുദിയ. ദൈവഭക്തയാരാ? ലുദിയ. ഭർത്താവ് മക്കൾ അവിടേക്ക്. മീറ്റിംഗിന് വേണ്ടി സബ്മിറ്റ് ചെയ്തത് ആരെയാ? ലുദിയെ. കർത്താവ് തുറന്നതാരെയാ? ലുദിയെ. കർത്താവ് തൊട്ടതാരെയാ? ലുദിയെ. കെട്ടുപൊട്ടിയത് എവിടെയാ? കുടുംബത്തിൽ. അതെ, കെട്ടുപൊട്ടിയത് എവിടെയാ? കുടുംബത്തിൽ. തൊട്ടത് പൗലോസ്, തൊട്ടത് ലുദിയെ. കെട്ടുപൊട്ടിയത് ലുദിയയുടെയും പൊട്ടി, ഭർത്താവിന്റെയും പൊട്ടി, മക്കളുടെയും പൊട്ടി. അന്ന് വരെ സ്നാനപ്പെടാത്തവർ നേരെ പോയി സ്നാനമേറ്റ് ക്രിസ്തുവിൽ പുതുജനനം പ്രാപിച്ചു. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോ വീട്ടിൽ ഭക്തയായിട്ടുള്ള ഒരു വ്യക്തി താങ്കൾ മാത്രമായിരിക്കും ഉണ്ടാകും. വീട്ടിൽ കൃപ ഏറ്റെടുത്തൊരു വ്യക്തി, വീട്ടിൽ സുവിശേഷത്തിന് വില കൊടുക്കുന്ന ഒരു വ്യക്തി, വീട്ടിൽ പ്രാർത്ഥിക്കാൻ സമയം ചെലവഴിക്കുന്ന ഒരു വ്യക്തി താങ്കൾ മാത്രമായിരിക്കും ഉണ്ടാകും. താങ്കൾ ഒരു വ്യക്തിയുടെ മേൽ ആ ദൈവത്തിന്റെ നിയോഗത്തിന്റെ കരമൊന്ന് തൊട്ടാൽ കുടുംബത്തിന്റെ കെട്ടുപൊട്ടുമെന്ന ആത്മാവി വചനത്തിലൂടെ ചിലരെ ഓർമ്മിപ്പിക്കുക. നോക്കുക, ഒരു ലുദിയ നിന്നുകൊടുക്കാൻ അവൈലബിൾ ആയപ്പോൾ ഒരു മക്കതോന്യ മുഴുവൻ ലുദിയയിലൂടെ ദൈവം പിടിച്ചു. ആ സ്ത്രീ ജോലി ചെയ്തപ്പോഴല്ല, ജോലിക്ക് വേണ്ടി ഓടിപ്പോയപ്പോഴുമല്ല, വചനമെന്ന് പോയ വഴിക്ക് കേട്ടപ്പോഴുമല്ല, അവന്റെ വചനത്തിന്റെ മുമ്പിൽ നിൽക്കാൻ തയ്യാറായി. പരിശുദ്ധാത്മാവ് അവളെ തുറന്നു എന്ന് പറയുന്നതിനേക്കാൾ അവളുടെ ഫാമിലി തുറന്നു എന്ന് ഞാൻ പറയുന്നു. നിന്റെ ഫാമിലി ഇപ്പോൾ അടഞ്ഞു കിടക്കുന്നുണ്ടായിരിക്കാം, ലൈഫിനകത്ത് സ്ട്രഗിൾസ് ആയിരിക്കാം, ജീവിതത്തിന്റെ അകത്ത് ഒരു മെച്ചമുണ്ടാകത്തില്ല, ജോലിയിൽ ഒരു പരാജയമായിരിക്കാം, ഫാമിലിയിൽ ഒരു പരാജയമായിരിക്കാം, ദേശത്തൊരു പരാജയമായിരിക്കാം. പക്ഷേ നീ ഒന്ന് നിൽക്കാൻ പരിശുദ്ധാത്മാവ് പറയും. നിന്റെ ഈ ബിസി മോഡ് നീ ഒന്ന്
നീ ഒന്ന് ടേൺ ഓഫ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുക. നിന്റെ ഈ അവൈലബിലിറ്റി ഇല്ലായ്മ, വിളിച്ചാലും കിട്ടത്തില്ല, ചോദിച്ചാലും കിട്ടത്തില്ല, മെസ്സേജും നോക്കത്തില്ല, മെസ്സേജും വായിക്കത്തില്ല, ഒന്നിനും നീ അവൈലബിൾ അല്ലല്ലോ. അതുകൊണ്ടാണ് സ്വർഗവും നിനക്ക് അവൈലബിൾ ആണ്. പരിശുദ്ധാത്മാവ് ചിലരെ ഓർമ്മപ്പെടുത്തുകയാണ്, സ്വാഭാവിക വാക്കുകളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നിന്റെ ബിസി മോഡ് നീ ടേൺ ഓഫ് ചെയ്യുന്നതോടുകൂടെ നിന്നെ കിട്ടും. ബിസി മോഡ് ടേൺ ഓഫ് ചെയ്യുന്നതോടുകൂടെ നിന്നെ കിട്ടും. അങ്ങനെ നീ ശ്രദ്ധിച്ചതിന്റെ പേരിൽ നിനക്ക് നഷ്ടമുണ്ടാകത്തില്ല. അങ്ങനെ ദൈവവചനം കേൾക്കാൻ നീ നിന്നതിന്റെ പേരിൽ നഷ്ടമുണ്ടാകത്തില്ല. ദൈവവചനത്തിന് വേണ്ടി 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തതിന്റെ പേരിൽ ലുതിയെ, നിന്റെ സ്റ്റോക്ക് ഡെഡ് സ്റ്റോക്കായി പോകത്തില്ല. നീ വിറ്റ പണം കൊണ്ട് വീട്ടിൽ നീ ഡെലിഷ്യസ് ഫുഡ് മേടിച്ചുകൊണ്ട് വന്ന് ഷെയർ ചെയ്ത് കഴിച്ചപ്പോ ഇല്ലാത്ത സന്തോഷമാ കർത്താവ് നിന്റെ ഫാമിലിയിലേക്ക് ഒന്ന് എൻ്റർ ആയപ്പോ നിന്റെ ഫാമിലിയിൽ ആ സന്തോഷം പലരും അനുഭവിക്കാൻ പോകുക. കണ്ണുകൾ അടയ്ക്കുക, പ്രാർത്ഥിക്കുക. ആ സന്തോഷം നിങ്ങൾ അനുഭവിക്കാൻ പോവുക. എല്ലാ കണ്ണുകളും അടയ്ക്കുക, പ്രാർത്ഥിക്കുക. പരിശുദ്ധ നല്ല കർത്താവ്, എന്നെ കേട്ട ഈ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കും. ഒരു ലുതിയ നിന്ന് കൊടുത്തതുപോലെ, ഒരു മക്കതൂന്യ പിടിക്കാൻ ഒരു ലുതിയ നിന്ന് കൊടുത്തതുപോലെ, ഒരു ശമര്യ പിടിക്കാൻ ഒരു ശമര്യക്കാരി നിന്ന് കൊടുത്തതുപോലെ, കർത്താവ് നിന്റെ വചനത്തിങ്കൽ ഞങ്ങളൊന്ന് നിൽക്കുക. ഞങ്ങളോട് പറയാനുള്ളത് പറയണം, ഞങ്ങളോട് അറിയിക്കാനുള്ളത് അറിയിക്കണം. ഞങ്ങൾ പുതപ്പ് വേണം, ഉന്നത ശുശ്രൂഷ ചെയ്യണം, വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ പറയുന്നു. പക്ഷെ ഞങ്ങളത് ഓടിക്കൊണ്ടാ പറയുന്നത്. ഈ പുതപ്പ് നിനക്ക് ഞങ്ങളുടെ മേലൊന്നും ഇടാൻ കഴിയുന്നില്ല കർത്താവേ, കാരണം ഞങ്ങളുടെ ബിസി മോഡ് ഓണം. ഞങ്ങൾ അവൈലബിൾ അല്ല, ഞങ്ങൾ ഇപ്പോഴും ബിസി മോഡിൽ. പക്ഷെ പിതാവേ, ഇന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു, ഞാൻ അവൈലബിൾ ആണ്. ശമൂവേലിനെ യഹോവയായ ദൈവം 3 വട്ടം വിളിച്ചു. 3 വട്ടവും ശമൂവേൽ അവൈലബിൾ ആയി. 3 വട്ടം വിളിച്ചു, 3 വട്ടം അവൈലബിൾ ആയി. പക്ഷെ വിളി കേട്ടത് വേറെ വ്യക്തി, എലീശയെ വിളി. ശമൂവേലേന്ന് വിളിച്ചപ്പോ എലീശായിക്ക് വിളി. വീണ്ടും ശമൂവേലേന്ന് വിളിച്ചപ്പോ വീണ്ടും 2ാമത് അവിടെ പോയിരുന്നു. പക്ഷെ നിന്നെ വിളിച്ചതും നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നതും നിന്നെ തെരഞ്ഞെടുത്തതും ദൈവമാ. ശമൂവേലെ നിന്റെ ദൈവമാ വിളിക്കുന്നേ. നിന്റെ ശ്രദ്ധ മാറിപ്പോകുന്നത് കൊണ്ടും അവന്റെ ശബ്ദം നീ മറന്നുപോയത് കൊണ്ടുമാ പലർക്കും വിളികെ. ദൈവാത്മാവ് വ്യക്തമായി ചിലരോട് വിരൽ ചൂണ്ടി പറയുകയാണ്. എനിക്കറിയാം സമയം ഒരു 6 മിനിറ്റ് മുമ്പോട്ട് പോയി, പക്ഷെ ഞാൻ ഒരു വാക്കും കൂടെ പറഞ്ഞ് ഞാൻ ആശീർവാദം പറയുന്നു. എന്നോട് പ്രവചനാത്മാവിൽ അത് പ്രവചിക്കാൻ പറയുന്നു. പലർക്കും നീ വിളി കേൾക്കേണ്ടി വരുന്നതിന്റെ കാരണം നിന്നെ ദൈവം വിളിച്ചിട്ട് നിനക്ക് ഫിലിപ്പോസിന് വിളി കേൾക്കേണ്ടി വരുന്ന കാരണം, നിന്നെ പത്രോസ് വിളിച്ചിട്ട് നിനക്ക് അന്ത്രയോസിന് വിളി കേൾക്കേണ്ടി വരുന്നതിന്റെ കാരണം നീ പത്രോസിന്റെ ശബ്ദം മറന്നുപോയത്. യേശു വിളിച്ചിട്ട് യോശുവയ്ക്ക് വിളി കേൾക്കേണ്ടി വരുന്നതിന്റെ കാരണം നീ യേശുവിന്റെ ശബ്ദം മറന്നുപോയി. നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ നീ മറന്നു, നിനക്ക് വേണ്ടി ഉപവസിച്ചവരെ നീ മറന്നു. ദൈവവചനം ഒന്നുകൂടെ പറയുന്നു, നന്ദിയുള്ളവരായി. ഇതൊക്കെ ഒരു അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. ശമൂവേലെ എന്ന് വിളിച്ചു. എന്തോ എന്നെ വിളിച്ചായിരുന്നോ? 2ാമത് ശമൂവേലെ എന്നെ വിളിച്ചായിരുന്നു. ശമൂവേലെ 3ാം വട്ടം പുള്ളിക്കാരന്റെ കാര്യം പിടിയിട്ടാ, നിന്നെ വിളിച്ച ആള് ഞാനല്ല. നീ ഒരിക്കലും വിളിക്കുന്നെങ്കിൽ ആ ഫോർമുല ഇട്ട് കൊടുത്തേക്കണം. എന്താ കർത്താവേ ആ ഫോർമുല? എന്താ യജമാനനെ ഗുരുവേ ആ ഫോർമുല? അടിയേനിത. ഫോർമുലയെ മറന്നു പോകും കേട്ടോ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം മറന്നു. ഇന്ന് കേട്ടത് മറന്നു പോകും കേട്ടോ. ഫോർമുല 4ാമത്തെ വിളി അടിയേനിത. അപ്പോഴേ മേലെ വാക്ക് വിളിപ്പെട്ടു. ചില പ്രാർത്ഥനകളുടെ മറുപടി എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചിലരുടെ ലൈഫിൽ പെൻഡിങ് ലിസ്റ്റിൽ കിടക്കുക. അത് ഓൾറെഡി സ്വർഗത്തിൽ നിന്നും പുറപ്പെട്ടു, ആത്മമണ്ഡലത്തിൽ കിടക്കുന്നുകൊണ്ട് നിന്റെ കയ്യിലേക്ക് അത് വരാത്തതിന്റെ കാരണം നീ അതിനെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. താങ്കൾ ആ ബ്ലോക്ക്. കാരണം ഡെയിലി ഓടിയ വഴിയിൽ ഒരു ദിവസം അവൾ ദൈവശബ്ദത്തിന്റെ മുമ്പിൽ സറണ്ടർ ആയതാ. ലുതിയുടെ കെട്ടുകൊണ്ടാക്കുക. ഇന്ന് പകൽ ദൈവവചനം കേട്ട് ഓടിപ്പോകുന്നവരല്ല, ഏറ്റെടുത്ത് കെട്ടുകൊണ്ടിരിക്കുന്നവരായി മാറുന്നത്. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം ഇവരെ അനുഗ്രഹിക്കണം. ഇന്നത്തെ മെസ്സേജ് ഞങ്ങളുടെ ഹൃദയവും കുടുംബവും ചിന്തകളും ദൈവം തുറന്നതിനാണ് ഇഷ്ടം. ആത്മാവ് ഞങ്ങളെ ലീഡ് ചെയ്യണം. പരിശുദ്ധാത്മാവ് ഈ പ്ലാറ്റ്ഫോമിനെ അനുഗ്രഹിക്കണം. യൂട്യൂബിലും ഫേസ്ബുക്കിലും സൂമിലുമായി ഞങ്ങളെ കാണുന്ന ഓരോ ദൈവമക്കളെ കർത്തൃകരങ്ങളിൽ പിതാവേ, ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കും. എല്ലാ മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.